മുഹമ്മദിന് സമാധാനം ഇല്ലായിരുന്നു. സാധാരണ ഓരോ മുസ്ലിം 5 പ്രാവശ്യം നിസ്കരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യ അയ്യുഹല്ലദീന ആമനൂ. മുഹമ്മദിന് ശാന്തിയും സമാധാനവും ഇല്ലായിരുന്നു. അള്ളാഹു പ്രാർത്ഥിക്കുന്നു, മലായിക്കത്തീങ്ങൾ പ്രാർത്ഥിക്കുന്നു, കോടാനുകോടി മുസ്ലിങ്ങൾ മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ മുഹമ്മദിന് സമാധാനം കിട്ടി. ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മുഹമ്മദിന് സമാധാനം കിട്ടാനായിട്ട്. ഓരോ മുസ്ലിം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അള്ളാഹു ആരോടാ പ്രാർത്ഥിച്ചത്? ഇന്നല്ലാഹ വമലായികത്തുഹു. അള്ളാഹുവും മലായിക്കത്തീങ്ങളും മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ നിങ്ങൾ മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ ഇത്രയും ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടും ഇത്രയും കൊല്ലമായിട്ട് മുഹമ്മദിന് എന്ന് വേണ്ടി പ്രാർത്ഥിച്ച് സമാധാനം കിട്ടിയില്ല. യേശു കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. അതാ കർത്താവ് പറഞ്ഞത്. അങ്ങനെ ഒരു അനുഭവം ഖുർആനിൽ എവിടെയും കാണാനൊക്കെ സാധിക്കില്ല. തൃശ്ശൂർ ജില്ലയിലാണ്. ഇവിടെ ഒരു സുവിശേഷകനെ കാണാനായിട്ട് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേര് അലി മുഹമ്മദ്. ഏതാണ്ട് 38 വർഷങ്ങളായി ക്രിസ്തീയ വിശ്വാസിയായി ജീവിക്കുകയും ക്രിസ്തുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അദ്ദേഹത്തോട് താൻ ഈ ഇസ്ലാം മതം ഉപേക്ഷിക്കാനുള്ള കാരണങ്ങളും അതോടൊപ്പം ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. സാറേ, ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒന്ന് പരിചയപ്പെടുത്താമോ? സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പേര്, പിന്നീട് ഈ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരാനുള്ളൊരു കാരണം, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ പേര് അലി മുഹമ്മദ്. എല്ലാവരും വിളിക്കുന്നത് അലി ഫിലിപ്പ് എന്നാണ്. ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. 1985 ആദ്യമായിട്ട് ക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. ഒരു വർഷത്തെ പഠനശേഷം, ബൈബിളും ഖുർആനും പഠനശേഷം, കർത്താവായ യേശു കൂടിയാണ് യഥാർത്ഥ എന്നുള്ള ബോധ്യം എനിക്ക് ലഭിച്ചതിൻ്റെ പേരിൽ 1986 യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുവാനുള്ളതായ ഭാഗ്യം എനിക്ക് ലഭിച്ചു. അല്ല, ഈ ഇസ്ലാം മത വിശ്വാസി ആയിരിക്കുമ്പോൾ ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം എങ്ങനെയാണ് കേട്ടത്? വാസ്തവത്തിൽ ഞാൻ ആത്മഹത്യ ചെയ്യാനിരിക്കുകയായിരുന്നു. എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായിട്ട് കടന്നുപോയി. രണ്ടാനമ്മ വന്നു. പിന്നീട് വലിയ പീഡനങ്ങളും പ്രശ്നങ്ങളുമായിരുന്നു. ഞങ്ങൾ യാഥാസ്ഥിക കുടുംബമാണ്. കുറച്ചൊക്കെ സാമ്പത്തിക ഭദ്രതയുള്ളൊരു കുടുംബമായിരുന്നു. ഞങ്ങൾ 2 മക്കൾ, ഞാനും എൻ്റെ താഴെ നേരെ ഒരു പെങ്ങളാണ്. പെങ്ങളെ ഉമ്മ മരിച്ചതിന് തൊട്ടടുത്ത ദിവസം തന്നെ 4 അമ്മാവന്മാരുണ്ട്. ഉമ്മയുടെ ഉമ്മ ഉണ്ട്. അവരാൻ കൊണ്ട് രണ്ടാനമ്മയിൽ ഒരു കുഞ്ഞ് ജനിച്ചതോടുകൂടെ പീഡനങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. എന്നെ ഏതെങ്കിലും രീതിയിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു രണ്ടാനമ്മയ്ക്കുള്ളത്. പക്ഷെ പിതാവ് ഒരു മുൻകോപി ആയിരുന്നത് കൊണ്ടും രണ്ടാനമ്മ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ വാസ്തവത്തിൽ പിതാവ് അംഗീകരിക്കുമായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ പല ബിസിനസ് ഉണ്ടായിരുന്നു. റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു, അതുപോലെ പലചരക്ക് കട, ചുക്ക്, കുരുമുളക്, ഹോട്ടല്, അങ്ങനെയൊക്കെയുള്ളതായ പല ബിസിനസ് പിതാവിന് അന്നുണ്ടായിരുന്നു. ചെറുപ്പം മുതൽ ഈ മതഗ്രന്ഥങ്ങൾ പഠിച്ച് വളരുവാൻ ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങള് ഒരു 3-4 വയസ്സാകുമ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് മദ്രസ എന്ന് പറയും, മത പഠനശാല എന്നാ പറയാൻ, മദ്രസയിൽ പോകാനും ചില വർഷങ്ങൾ പഠിക്കാനും മതാചാരങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ളതായ 5 പ്രാവശ്യം നിസ്കാരം, സമയം തെറ്റാതെ നിസ്കരിക്കുക എന്നൊക്കെയുള്ളതായ ആചാരങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ ഭവനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിരുന്നു.
ഈ മദ്രസയിൽ എന്താണ് ശരിക്കും പഠിപ്പിക്കുന്നത്? ആക്ച്വലി മദ്രസയിൽ പഠിപ്പിക്കുന്ന ഇസ്ലാമിനെ കുറിച്ചുള്ള കാര്യങ്ങളല്ല മദ്രസയിൽ കൂടുതലായിട്ട് പഠിപ്പിക്കുന്നത്. മറ്റുള്ള മതങ്ങളെ കുറിച്ച്, മറ്റുള്ള മതങ്ങളെ എന്തൊക്കെ ചെയ്യണം, ഏത് രീതിയിൽ. ഒരു ഉദാഹരണം പറയാം, ചെറുപ്പം മുതൽ തന്നെ ഞാൻ പഠിച്ചതായിരുന്നു. ക്രൈസ്തവ ബൈബിള് തിരുത്തപ്പെട്ടതാണ് ഒന്നത. യേശു ദൈവമല്ല, യേശു കേവലം ഒരു പ്രവാചകൻ മാത്രമാണ് യേശു. അതുപോലെ ക്രിസ്ത്യാനികൾ 3 ദൈവത്തെ ആരാധിക്കുന്നവരാണ്. യേശു മരിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയുള്ളതായ തെറ്റായ പഠനങ്ങൾ കൊണ്ട് അപ്പോൾ ഒരു മദ്രസ പഠനത്തിൽ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത് ഈ വക കാര്യങ്ങളാണോ? തീർച്ചയായിട്ടും ഒരു ഇസ്ലാമിൽ സംബന്ധിച്ച് ഞാൻ വ്യക്തമായി തുടർന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞൊരു കാര്യം, ഖുർആനിൽ ആത്മീകമായ കാര്യങ്ങളൊന്നും തന്നെ അതിനകത്തില്ല. ആത്മീയമായ ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഞാൻ ചോദിക്കുന്നത്, ഒരു കുട്ടി എത്രാമത്തെ വയസ്സിലാണ് മദ്രസ പഠനം ആരംഭിക്കുന്നത്? 3.5 വയസ്സ്, ചില 3 വയസ്സിൽ ആരംഭിക്കും, 3.5 വയസ്സിൽ 4 വയസ്സിന്റെ ഉള്ളിൽ തന്നെ അവര് മദ്രസ പഠനം ആരംഭിക്കും. ആ 3 വയസ്സിൽ ആരംഭിക്കുന്ന മദ്രസ പഠനത്തിന്റെ സമയത്ത് അവർ ഈ മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത്? ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, മറ്റ് ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റു മതങ്ങളെ കുറിച്ച് എന്താണ്? മറ്റുള്ള മതങ്ങളെ കുറിച്ച് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇടപെടേണ്ടത്? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, മറ്റുള്ള മതങ്ങളെ കൊല്ലുക, മറ്റുള്ള ഒരു മതം അത് പാടില്ല. അല്ല, അത് ശരിയായ ഒരു കാര്യമാണോ? മറ്റു മതങ്ങളെ കൊല്ലുക എന്ന് പഠിപ്പിക്കുന്നുണ്ടോ? കൊല്ലുക എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അല്ല, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിക്കുന്നത്, കൊല്ലുക എന്ന്? അത് ഇസ്ലാമിന്റെ ആചാരം, അതാണ് ഇസ്ലാമിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ. അങ്ങനെ ആയതുകൊണ്ട് മതത്തിലെ കുറിച്ചുള്ള ഖുർആനിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഏകദേശം 200-ലധികം വാക്യങ്ങൾ മറ്റുള്ള മതസ്ഥരെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഖുർആനിൽ മാത്രമല്ല, ഖുർആൻ പൂർണ്ണമുള്ളതല്ലാത്തത് കൊണ്ടാണ് 6 ഹദീസ് ഉണ്ട് അവർക്ക് ആധികാരികമായിട്ട്. അല്ല, ഖുർആനിൽ മറ്റു മതങ്ങളെ കൊല്ലണം എന്നുള്ളതിന്റെ വാക്യ ശകലങ്ങൾ പറയാൻ പറ്റുമോ? അത് നോക്കിയാട്ടെ, 200 വാക്യങ്ങൾ, 200ഓളം വാക്യങ്ങൾ അതിനകത്ത് ഉണ്ടെന്ന് മുസ്ലിം പണ്ഡിതന്മാരെ തന്നെ പറയുന്നുണ്ട്. 200ഓളം വാക്യങ്ങൾ. ഞാൻ പല വാക്യങ്ങളും എനിക്കറിയാം. അത് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ, മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. അയൽവാസികളോട് രൂക്ഷമായ രീതിയിൽ പ്രവർത്തിക്കണം. അവരെ ഇസ്ലാം മതം സ്വീകരിച്ചില്ലെങ്കിൽ അവർ കൊല്ലണം. അങ്ങനെയൊക്കെയുള്ളതായ രൂക്ഷമായ വാക്കുകള് ഖുർആനിൽ തന്നെ വളരെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് എങ്ങനെയാണ് ഒരു മറ്റു മതങ്ങളെ കൊല്ലാൻ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രേരിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ്? കാരണം ഇസ്ലാം അന്ത്യ വെളിപ്പാടാണെന്ന് മുഹമ്മദ് പ്രസംഗിച്ചു. അപ്പൊ മറ്റുള്ള ആരും പാടില്ല. അള്ളാന്റെ മതം, അള്ളാന്റെ ദീന് മാത്രമേ ഭൂമിയിൽ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. മറ്റു മതങ്ങളെല്ലാം തന്നെ നിർമൂലമാക്കുക എന്നുള്ള ആ ഒരു തത്വമാണ്, ആ ഒരു ചിന്തയാണ് ഇതെല്ലാം തന്നെ മുഹമ്മദിനെ പ്രേരിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹം, കാരുണ്യം, അലിവ് എന്ന് പറയുന്ന ഇതിന് പ്രാധാന്യം കൽപ്പിക്കുന്നില്ലേ? ഇല്ലല്ല, അത് ഖുർആനെ നമ്മൾ പഠിക്കുമ്പോഴേ നമ്മൾ 2ആയിട്ടാണ് ഖുർആനെ അവർ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്ന മക്ക കാലഘട്ടം എന്ന് പറയും. മക്ക കാലഘട്ടത്തിൽ മുഹമ്മദ് ആദ്യം സമാധാനം, സന്തോഷം, മറ്റാരും ഉപദ്രവിക്കാനായിട്ട് പാടില്ല, നമ്മളെല്ലാം സമാധാനം ആചരിക്കണം, അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം എന്നുള്ളതായ രീതിയിലാണ് 13 വർഷക്കാലം മുഹമ്മദ് പ്രസംഗിച്ചു. പക്ഷെ ഈ 13 കൊല്ലം പ്രസംഗിച്ചിട്ട് മുഹമ്മദിന് കയ്യിൽ എണ്ണാനുള്ളതായ ആളുകളെ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പൊ അങ്ങനെ അറബികൾ ചോദ്യം ചെയ്തു. മുൻ പ്രവാചകന്മാരൊക്കെ യേശുവൊക്കെ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മോശം അത്ഭുതങ്ങൾ ചെയ്തു, മരിച്ചവർ ഉയർത്തി, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, അവർ അത്ഭുതങ്ങളൊക്കെ ചെയ്തു, അവർ അടയാളങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. നീ ഒരു പ്രവാചകനാണെന്ന് നീ അവകാശപ്പെടുന്നു, നീ എന്തുകൊണ്ടാണ് അത്ഭുതം ചെയ്യാത്തത്, അടയാളങ്ങൾ ചെയ്യാത്തത് എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിന് വ്യക്തമായ ഒരു ഉത്തരം കൊടുക്കാനായിട്ട് മുഹമ്മദിന് സാധിച്ചില്ല. കാരണം അത്ഭുതം ചെയ്യാനായിട്ട് കഴിയണമെങ്കിൽ ദൈവികമായ സാന്നിധ്യം വേണമല്ലോ. പക്ഷെ മുഹമ്മദിന് ദൈവികമായ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല അത്ഭുതങ്ങൾ ചെയ്യാൻ, അടയാളങ്ങൾ ചെയ്യാൻ, മനുഷ്യന് സമാധാനം കൊടുക്കാനായിട്ട്. ബൈബിളിൽ പറയുന്ന യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നൊക്കെയുള്ളതായ വാക്യങ്ങൾ വളരെ ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ ഖുർആനിൽ ഒരു മനുഷ്യന് സമാധാനം കൊടുക്കാൻ അള്ളാഹുവിനോ മുഹമ്മദിനോ സാധ്യമല്ലായിരുന്നു. മനുഷ്യന്റെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ ഈ അള്ളാഹുവിന് സാധ്യമല്ലായിരുന്നു. ഒരു രോഗിക്ക് സൗഖ്യം കൊടുക്കാൻ, പാപമോചനം നൽകാൻ. ഞാൻ ചോദിക്കുന്നത്, ഈ 3.5 വയസ്സ് മുതൽ ഒരു കുട്ടിയിലേക്ക് പകർന്നു കൊടുക്കുന്ന വിദ്യാഭ്യാസം മറ്റു മതങ്ങളെ ഉപദ്രവിക്കാനും അവരെ കൊല്ലുവാനും അല്ലെങ്കിൽ അവരെ നമ്മുടെ മതത്തിലേക്ക് ചേർക്കാനുമാണ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അതാണ് കൂടുതലായിട്ട് പഠിപ്പിക്കും. അല്ല, അത് അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു ചിന്താഗതികളുടെ വ്യത്യാസം എന്താണ്? ചിന്താഗതി എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. ഒരു മുസ്ലിമിനെ പോലെയല്ല ഒരു മറ്റൊരു മതത്തിലുള്ള ഒരു കുട്ടി. അവൻ ഈ കാര്യങ്ങളെയൊക്കെ പഠിച്ച് ആ രീതിയിലാണ് മറ്റൊരു മതവിഭാഗത്തെ അവൻ കാണുന്നത്. ആ ഒരു ചിന്തയുണ്ട്, ഇവൻ ആരാണ്? കാഫിറാണ്. കാഫിറാണെന്ന് ഒരു അവിശ്വാസി എന്നുള്ള അർത്ഥമല്ല. അത് ഒരു ഭീകരമായ അല്ലെങ്കിൽ നീചമായ ഒരു വാക്കാണ് വാസ്തവത്തില് ഈ കാഫിർ എന്നുള്ള വാക്കുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ അവൻ പറയുന്നത് എന്താണ്? നീ ഒരു കാഫിറാണ്. കാഫിർ ആയതുകൊണ്ട് നീ മരിക്കപ്പെടണം. നീ അശുദ്ധനാണ്. നീ ദൈവരാജ്യത്തിൽ കടക്കാത്തവനാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ കയറാനായിട്ട്, അവിടെ കടക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ കൊല്ലപ്പെടുക ചെയ്യുക, അല്ലെങ്കിൽ നീ ഇസ്ലാമായി തീരണം. അപ്പൊ ഈ ചെറുപ്പം മുതലേ ഇങ്ങനെ മറ്റു മതങ്ങളെ ഉപദ്രവിക്കുക, മറ്റു മതങ്ങളെ കൊല്ലുക, അവരുടെ സ്നേഹമില്ലാതെ പെരുമാറുക, ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടികൾ പിന്നെ എങ്ങനെയാണ് സർക്കാർ സ്കൂളിലും പ്രൈവറ്റ് സ്കൂളിലൊക്കെ വരുമ്പോൾ മറ്റു പിള്ളേരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുകയും അവരുമായിട്ട് സഹകരിക്കുകയും ഒക്കെ ചെയ്ത് എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? അവർ താൽക്കാലികമായിട്ടുള്ള ഒരു ചിന്തയിൽ കൂടി മാത്രമാണ്. എൻ്റെ ഒരു മനസ്സിൽ എന്ന് പറഞ്ഞ ഇവനൊരു കാഫിറാണ്, ഇവൻ കൊല്ലപ്പെടേണ്ടവനാണ്. ഒരു കപടമായ ഒരു സ്നേഹമാണ് ഇവന്റെ മനസ്സിലുണ്ടാകുക. ഈ കുട്ടി യഥാർത്ഥമായി ഇവൻ എൻ്റെ സഹോദരനാണ് അല്ലെങ്കിൽ ഇവൻ എൻ്റെ സഹോദരിയാണെന്നുള്ള ഈ ചിന്തയിലൂടെയല്ല ഒരു മറ്റുള്ളൊരു മതസ്ഥരെ ഈ മുസ്ലിം എന്ന് പറഞ്ഞ വ്യക്തി കാണുന്നത്. ആ രീതിയിലുള്ളതാണ്. കാരണം മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെ നീ അവരോട് എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ നീ അവനെ കൊല്ലപ്പെടണം. അല്ല, ഇത് ഒരു തെറ്റായ പഠിപ്പിക്കലാണ് എന്ന് അലി ബ്രദറിന് എന്നാണ് തിരിച്ചറിയാൻ സാധിച്ചത്? ഞാനൊരു ബൈബിളും ഖുർആനും ഒരു താരതമ്യ പഠനം നടത്താൻ. അല്ല, അങ്ങനെ ഒരു ബൈബിളും ഖുർആനും തമ്മിൽ താരതമ്യ പഠനം നടത്താൻ താല്പര്യം തോന്നാനുള്ള കാരണം എന്താണ്? ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ടിരിക്കുകയായിരുന്നു. കാരണം ഭയങ്കര പീഡനങ്ങളും പ്രശ്നങ്ങളും, ജീവിതത്തിൽ സ്വസ്ഥതയില്ല, ജീവിതത്തിൽ സമാധാനമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഒരു വ്യക്തി കൊണ്ടുവന്ന് എനിക്കൊരു ബൈബിൾ തന്നു. ബൈബിൾ തന്നാൽ അന്നൊക്കെ ക്രിസ്ത്യാനികളോടൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. അല്ല, ക്രിസ്ത്യാനി കാണുന്ന വെറുപ്പായിരുന്നു. കാരണം ഓരോ മുസ്ലിം വ്യക്തിയുടെയും മനസ്സിൽ ക്രിസ്ത്യാനിയോടും ഹിന്ദുവിനോടും വെറുപ്പാ. പ്രത്യേകിച്ച് ഞാനത് മദ്രസയിൽ പഠിച്ചത് കൊണ്ട് ക്രിസ്ത്യാനികൾ ബൈബിളിൽ തിരുത്തപ്പെട്ടതാണ് എന്ന് പഠിപ്പിക്കുക. അല്ല, അതവിടെ നിൽക്കട്ടെ. ഒരു ക്രിസ്ത്യാനിയെ ഒരു മുസ്ലിം ഹിന്ദുവിനെയും കണ്ടാൽ ഒരു മുസ്ലിമിന് വെറുപ്പാണ്. മുസ്ലിം വെറുപ്പാണ്. അങ്ങനെയാണ് അലി ബ്രദറിന് മനസ്സിലായത്. അതെ അതെ അതെ. അല്ല, ഇതൊരു സത്യമായ സംഗതിയാണ്. സത്യമായ സംഗതി തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളോട് യഹൂദന്മാർക്കും പ്രത്യേകിച്ച് ദേഷ്യമുണ്ട്. മുഹമ്മദിന് ദേഷ്യമുണ്ട്. അത് ഖുർആനിൽ ആദ്യോടെന്ന് നമ്മളെ വായിച്ചു കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ, ഒരു ഹിന്ദുവിനോട് ഇല്ലാത്ത ദേഷ്യം ക്രിസ്ത്യാനികളോട് യഹൂദന്മാരോടുണ്ട്. യഹൂദനോടാണ് കൂടുതൽ ദേഷ്യം യഹൂദനോടാണ്. അപ്പം ഈ ബൈബിളും ഖുർആനും തമ്മിൽ താരതമ്യം ചെയ്ത് പഠിച്ചപ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലായത്? ഖുർആനിൽ നിന്ന് ഞാൻ ചെറുപ്രായത്തിൽ തന്നെ മനസ്സിലായപ്പോൾ ഖുർആനിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്നെ പഠിപ്പിച്ചിരുന്നത്. ഇത് തിരുത്തപ്പെട്ടതാണ്, ഇതൊരു ദൈവികമായ ഗ്രന്ഥമല്ല, ഇത് നേരത്തിനൊക്കെ ക്രിസ്ത്യാനികൾ ഇതെല്ലാം തന്നെ എന്ത് ചെയ്താണ്, എഴുതി ഉണ്ടാക്കിയ ഗ്രന്ഥമാണ് എന്നൊക്കെയാണ് പഠിച്ചിരുന്നത്. എന്നാൽ ഇത് ബൈബിള് വായിച്ചു കഴിഞ്ഞപ്പോഴേ ഇത് വിചാരിച്ചതുപോലെ ഒരു രീതിയല്ലായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ, മനുഷ്യന്റെ രോഗങ്ങൾക്ക്, അതുപോലെ മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾ മരിച്ചുപോയ കർത്താവ് ഉയർത്തി രോഗികൾക്ക് സൗഖ്യം കൊടുത്തപ്പോൾ ഒരു ഉദാഹരണം പറയാം. 38 വർഷക്കാലം ഒരു കുളക്കടയിൽ കിടന്നതായ ഒരു മനുഷ്യനോട് യേശു കർത്താവ് പറഞ്ഞു, നിന്റെ പാപം മോചിച്ചു വന്നിരിക്കുന്നു, കിടക്ക എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറഞ്ഞു. അവന് കിടക്ക 38 വർഷം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലാകെ 33 വർഷം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ ഈ വ്യക്തി രോഗിയാണ്. അങ്ങനെ രോഗിയെ കർത്താവ് കണ്ടിട്ട് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാനായിട്ട്?
എന്റെ കിടക്ക എഴുന്നേറ്റ് പോവാന്ന് പറഞ്ഞു. അവൻ എന്ത് ചെയ്തു? അല്ല ബ്രദർ, ഈ ഇങ്ങനെ വായിച്ചതിന് ശേഷം പിന്നീട് ഇത് പഠിച്ചു, മനസ്സിലാക്കി, പിന്നീട് ഒരു ക്രിസ്ത്യാനിയായി തീരണം എന്നുള്ള ചിന്താഗതി വരാനുള്ള കാരണം എന്താ? ക്രിസ്ത്യാനിയായിട്ട് വരാൻ ഇതാണ് യഥാർത്ഥ സത്യം എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇഷ്ടം പോലെ മദ്യം കഴിക്കുമായിരുന്നു അന്ന്. മദ്യം കഴിക്കുക, പുകവലി, അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പൊതുവെ ഇസ്ലാമിലുള്ളവർക്ക് മദ്യം കഴിക്കാൻ പാടില്ലല്ലോ. അത് വെറുതെ പറയാം. മുഹമ്മദ് തന്നെ മദ്യപാനിയായിരുന്നു എന്നുള്ള കാര്യം ഹദീസിൽ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് തെളിവുള്ള കാര്യമല്ല, അത് പിന്നെ വെറുതെ പറയൂ. കഴിഞ്ഞ ദിവസം നമ്മൾ എം അക്ബർ തന്നെ ഒരു വീഡിയോ ചെയ്തു, മുഹമ്മദ് ഒരു മദ്യപാനിയായിരുന്നു, ഹദീസിൽ വളരെ വ്യക്തമായിട്ട് തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് എം അക്ബർ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഉണ്ട്, മുഹമ്മദ് മദ്യപിച്ചിരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ മുഹമ്മദ് നബി മദ്യപാനി ആയിരുന്നെങ്കിൽ പിന്നെ മദ്യപിക്കരുത് എന്തുകൊണ്ടാ പറഞ്ഞേക്കുന്നത്? മദ്യപിച്ചിട്ട് നിസ്കരിക്കാൻ പോരുന്നത്, മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, മദ്യപിച്ച് നിസ്കരിക്കാനായിട്ട് പോയാൽ അപകടമാണ് എന്നല്ലാതെ ബൈബിളിൽ പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിൽ മദ്യപാനി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പല ഭാഗത്തും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. മദ്യപാനി ദൈവരാജ്യത്തിൽ എന്ത് ചെയ്യത്തില്ല? പ്രവേശിക്കുക. അതുപോലെ ശക്തമായ ഒരു രീതിയില് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. മദ്യപിക്കരുത്, മദ്യപിച്ച ദോഷമുണ്ട് എന്നുള്ളതല്ലാതെ, അതായത് ഖുറാനിൽ മദ്യപിക്കരുത് എന്നൊരു ഭാഗമില്ല. ഇല്ല. അപ്പൊ പൊതുവെ ഇസ്ലാം മത വിശ്വാസികൾ മദ്യപാനം ഇല്ല, മദ്യപാനം അവരെ കുറവാണ്. എങ്കിലും മദ്യപിക്കുന്നവരുണ്ട്. മദ്യപിക്കുന്നവർ ഇഷ്ടം പോലെ മദ്യപിക്കുന്നവരുണ്ട്. മുഹമ്മദ് തന്നെ ഒരിക്കലും മദ്യപിച്ച് യുദ്ധത്തിന് പോയി അദ്ദേഹത്തിന് 4 പല്ല് അറബികൾ അടിച്ചു. അതിനുശേഷമാണ് മദ്യപാനം തന്നെ അല്പമെങ്കിലും ക്യാൻസലാക്കി, അതല്ലെങ്കിൽ നൃത്തം ചെയ്യപ്പെട്ടത് അങ്ങനെയാണ്. അപ്പം ഈ ബൈബിളാണ് സത്യം, ഖുറാൻ അസത്യമാണ് എന്ന് അലി ബ്രദർ പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്? അത് ഖുർആനെ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ ബോധ്യം ഉണ്ടായത്. ഖുർആൻ ദൈവികമാണ് അല്ല എന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടായത് ഖുർആനും ബൈബിളും കൂടെ ഒരു താരതമ്യ പഠനം നടത്തിയപ്പോഴാണ്. മുഹമ്മദിനുണ്ടായ വെളിപ്പാട് ദൈവിക വെളിപ്പാടല്ല, അത് തികച്ചും ഒരു പൈശാചികമായ ഒരു വെളിപ്പാടാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ്. അനേക പുസ്തകങ്ങൾ വെച്ച് അത് അങ്ങനെ പറയാനുള്ള കാരണം എന്നാ? മുഹമ്മദ് നബിക്ക് കിട്ടിയത് ഒരു പൈശാചിക വെളിപ്പാടാണെന്ന് പറയാനുള്ള കാരണം എന്താ? മുഹമ്മദിന്റെ മക്കളുടെ മരണശേഷം മുഹമ്മദ് വളരെ ദുഃഖിതനായിരുന്നു. അങ്ങനെ മുഹമ്മദ് അന്നത്തെ കാലത്ത് അറബികളുടെ ഇടയിൽ ഒരു നിശ്ചിത സമയം വരെ എവിടെയെങ്കിലുമൊക്കെ പോയി ധ്യാനത്തിന് ഇരിക്കുക എന്നുള്ളൊരു സ്വഭാവം അന്ന് അവർക്കുണ്ടായിരുന്നു. അതിന് തഹനൂസ് എന്നൊക്കെ ഒരു പേര് അവർ കൊടുത്തിരുന്നത്. അങ്ങനെ മുഹമ്മദ് ധ്യാനത്തിന് പോയി ഇരിക്കാനായിട്ട് തെരഞ്ഞെടുത്ത ഒരു ഹീറ എന്നൊരു പറഞ്ഞ ഗുഹയിലാണ്. അല്ല, അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഈ ഒരു ഇസ്ലാമിന്റെ ഉദയം, അല്ലെങ്കിൽ ഈ അബ്രഹാമിന്റെ സന്തതിയാണല്ലോ ഇസ്മായിൽ, ഹാഗാറിൽ ഉണ്ടായ. അപ്പൊ അവിടെ നിന്നല്ലേ ശരിക്കും ഇതിന്റെ ഒരു തുടക്കം? അല്ല, അബ്രഹാമും മുഹമ്മദുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മുഹമ്മദുമായിട്ട് യാതൊരു ബന്ധവും. അപ്പോൾ ഈ ഇപ്പൊ കാണുന്ന ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ സന്തതി പരമ്പരയല്ലേ? അബ്രഹാമിന്റെ സന്തതി പരമ്പരയല്ല. അത് അല്ല, ഞാൻ ചോദിക്കുന്നത്, അബ്രഹാമിന് ഒരു ഭാര്യ സാറ, പിന്നെ ഒരു വെപ്പാട്ടി, അതായത് ദാസി. അപ്പൊ സാറയുടെ ദാസി, അതിലുണ്ടായതാണല്ലോ ഇസ്മായിൽ. ആ ഇസ്മായിലിനാണല്ലോ ജനിച്ച സമയത്താണല്ലോ പരിച്ഛേദന നിയമം വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ആ ഒരു സന്തതി പരമ്പരയല്ലേ ഇന്ന് കാണുന്ന മുസ്ലിം? പൂർണ്ണമായിട്ടുള്ള മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞത് ഇസ്മായിലിന്റെ സന്തതികളല്ല, 3 സന്തതികളായിട്ടുണ്ട്. നോഹയുടെ ഒരു മകനുണ്ട്, ഏസാവിന്റെ ഒരു കുടുംബമുണ്ട്, ഇസ്മായിലിന്റെ ഒരു ഭാഗമുണ്ട്. അപ്പൊ ഈ 3ഉം കൂടെ ചേർന്നതാണ് വാസ്തവത്തിൽ അറബികൾ എന്ന് പറയുന്നത്. ഇസ്മായിലിനെ ഒരിക്കലും നമുക്കൊരു അറബിയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അബ്രഹാം അറബി അല്ലായിരുന്നല്ലോ, എബ്രായനാണ്. ബൈബിള് പറയുന്ന എബ്രായനായ അബ്രഹാം എന്ന് പറയുന്നത് അല്ലെ. രണ്ടാമത്തത് ഇസ്മായിലിന്റെ അമ്മ ഈജിപ്തുകാരിയായിരുന്നു. അപ്പൊ അവർ രണ്ട് അപ്പൊ അങ്ങനെ ആ സാഹചര്യത്തില് ഒരിക്കലും ഇസ്മായിലിന് അറബിയാകാനായിട്ട് പറ്റുകയില്ല. അല്ലെങ്കിൽ അമ്മ അറബിയാകണം, അമ്മ ഈജിപ്തുകാരിയാണ്. അപ്പൻ അബ്രഹാം എന്ന് പറയുന്നത് എബ്രായനാണെന്നാ ബൈബിള് പറയുന്നത്, എബ്രായനായ അബ്രഹാം. അപ്പൊ ഒരു രീതിയിൽ പിന്നെ എന്ത് ചെയ്യത്തില്ല, അറബിയാകുകയില്ല. അപ്പൊ ഈ പിന്നീട് കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ താമസം മാറി അങ്ങോട്ട് പോയപ്പോൾ അങ്ങനെ അറേബ്യ ദേശത്തേക്ക് പോയി എന്നുള്ളതല്ലാതെ പൂർണ്ണമായ അറബിയായിട്ട് ഇസ്മായിലിനെ ഒരിക്കലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇന്നത്തെ അറബികൾ എന്ന് പറഞ്ഞാൽ 3 അറബികളാണ്. ഒന്ന്
നോഹയുടെ ഒരു മകന്റെ ഒരു ഗ്രൂപ്പുണ്ട്, ഏസാവിന്റെ ഒരു ഗ്രൂപ്പുണ്ട്, ഇസ്മയിലിന്റെ ഒരു ഗ്രൂപ്പുണ്ട്. ഈ മൂന്നും കൂടെ ചേർന്നതാണ് ഇന്നത്തെ ഈ അറബികൾ എന്ന് പറയുന്നത്. ഒറിജിനൽ അറബികളല്ല, അല്ല, മൂന്നും കൂടെ ചേർന്നതാ. അതിനെ ബായിദ അറബികൾ, മുസ്തരീവ അറബികൾ എന്നൊക്കെ ഉള്ള ഒരു പേരുണ്ട് അതിനകത്ത്. 3 പേരിൽ അല്ല, അറിയപ്പെടും. എത്രയാണെങ്കിൽ ഈ അറബികൾക്ക് ഒരു ഒറിജിൻ വേണമല്ലോ, ഒരു ആരംഭം വേണമല്ലോ. അതാ ഞാൻ ചോദിച്ചത്. ആരംഭം ഇത് പറയും 3 രീതിയിൽപ്പെട്ടതാണ് ആരംഭം എന്ന് പറയുന്നത്. അല്ലാതെ ആരംഭമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. 3 ഗ്രൂപ്പും കൂടെ ചേർന്ന അറേബ്യയില് ഉള്ള ഗ്രൂപ്പാണ്. അപ്പം ഈ ബൈബിളും ഖുറാനും വെച്ച് താരതമ്യം ചെയ്ത് പഠിച്ചപ്പോൾ ആദ്യം മനസ്സിലായത്, ഇപ്പോൾ കാണുന്ന ഈ ഇസ്ലാം മത വിശ്വാസികൾ ഒരിക്കലും അബ്രഹാമിന്റെ സന്തതി പരമ്പരകളല്ല എന്നാണ് മനസ്സിലായത്. അല്ലാതാണ് ബോധ്യമായത്. പിന്നീട് എന്തൊക്കെ കാര്യങ്ങളാണ് ബോധ്യമായത്? പിന്നെ അത് അങ്ങനെ മുഹമ്മദ് ഈ ധ്യാനത്തിന് പോയിരുന്നു. ധ്യാനത്തിന് പോയിട്ടിരുന്ന സമയത്ത് മുഹമ്മദിന്റെ അടുത്ത് ആരോട് ഈ മുഹമ്മദ് ഇസ്ലാം മതം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു? അറേബ്യകളായിരുന്നു. അറബിയായിരുന്നു. 12 ഗോത്രങ്ങളുണ്ട് അവർക്ക്. 12 ഗോത്രങ്ങളിൽ ഒരു ഗോത്രത്തിൽപ്പെട്ട മുഹമ്മദ് ഏത് ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഇസ്ലാമിന്റെ ഒരു ഭാഗത്ത് പറയുന്ന മുഹമ്മദിന്റെ വാപ്പ മരിച്ച് 4 കൊല്ലം കഴിഞ്ഞാണ് മുഹമ്മദ് ജനിച്ചത്. വാപ്പ മരിച്ച് 4 കൊല്ലം കഴിഞ്ഞ് എങ്ങനെ ഒരാൾ ജനിക്കുന്നത്? അതാണ് ഈ ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്നത്. ഒരു ചരിത്രത്തിലെ ഒരു ഭാഗത്ത് ഞാൻ ചോദിക്കുന്നത്, ഒരു പിതാവ് മരിച്ചതിന് ശേഷം പിന്നെ 4 വർഷം കഴിഞ്ഞാണ് കുഞ്ഞ് ജനിക്കുന്ന പറഞ്ഞാൽ അതെന്താണ്? അതുവരെ അതിന് പറയുന്ന ഒരു ന്യായം എന്താണ്? അതിന് ചില മുസ്ലിം പണ്ഡിതന്മാര് പറയും 4 വർഷക്കാലം അമ്മയുടെ ഗർഭപാത്രത്തിൽ മുഹമ്മദ് ഇരുന്നതിന് ശേഷമാണ് ജനിച്ചതെന്ന് പറയുന്നു ഒരു ഗ്രൂപ്പ് ആൾക്കാര്. അത് കാരണം ഇവരെ ന്യായീകരിക്കാനായിട്ട് ഈ പ്രസവത്തെ അല്ലെങ്കിൽ ഈ സന്തതിയെ ന്യായീകരിക്കാനായിട്ട് ചില വ്യക്തികൾ കൊണ്ടുവരുന്ന ന്യായമാണ്. വാപ്പ മരിച്ചു ഒരിക്കലും 4 കൊല്ലം കഴിഞ്ഞ് ജനിക്കാനായിട്ട് പറ്റിയല്ല. ചരിത്രപരമായിട്ട് മാത്രമല്ല, എല്ലാ രീതിയിലും നമുക്കത് അംഗീകരിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ വേറൊരു കാര്യം കൂടെ അതിനകത്തുണ്ടായിരുന്നു. അന്നത്തെ കാലത്തുള്ള അറബികൾ മുഹമ്മദിനെ വിളിച്ചിരുന്നത് കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്നാണ്. കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്ന് പറയുമ്പോൾ ആരും കൊണ്ടുപോയി നടുന്നതല്ല, എങ്ങനെയോ കിളിച്ചു വന്നു എന്നാണ്. അപ്പൊ അത് ആ കാര്യം മുഹമ്മദിന് ഭയങ്കര ദേഷ്യമായിരുന്നു അങ്ങനെ ആ പേര് വിളിക്കുന്നത് തന്നെ. അപ്പോ എന്ന് പറഞ്ഞാൽ നല്ലൊരു പിതൃത്വം അവകാശപ്പെടാനായിട്ടില്ല ഒന്നാമത്. രണ്ടാമത്തത് മുഹമ്മദിന് ഈഗ്രാ ഗുഹയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ പ്രത്യക്ഷപ്പെട്ടത് അല്ല, ഈ മുഹമ്മദ് ജനിച്ച് ആ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ജനിച്ച് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ പറയാമോ? മുഹമ്മദ് അനാഥയായിട്ടാണ്. മുഹമ്മദിന്റെ ബന്ധുക്കാര് അല്ലെങ്കിൽ ആ ഗോത്രത്തിലുള്ളൊന്നും മുഹമ്മദിനെ അത്രമാത്രം കാര്യമായിട്ട് അംഗീകരിക്കുക അല്ലെങ്കിൽ ഈ ഖുറേഷി ഗോത്രം പൂർണ്ണമായി അംഗീകരിക്കുകയൊന്നും ചെയ്തില്ലായിരുന്നു മുഹമ്മദ്. ഖുറേഷി ഗോത്രത്തിലാണോ ജനിച്ചത്? ഖുറേഷി ഗോത്രത്തിലാണ്. ഉമ്മക്ക് ഖുറേഷി ഗോത്രത്തിലാണ്. അപ്പന് അബ്ദുള്ള എന്ന് പറയുന്ന ഖുറേഷി ഗോത്രത്തിലാണ്. ആ ഖുറേഷി ഗോത്രത്തിലെ കുറച്ച് സാമ്പത്തികത്തൊക്കെയുള്ള കുറച്ച് പരിജ്ഞാനമുള്ള ഒരു കുടുംബമായിരുന്നു. എന്നാല് അവരൊന്നും മുഹമ്മദിനെ എന്ത് ചെയ്തില്ല, ഏറ്റെടുത്തില്ല. അപ്പൊ പിന്നീട് ഈ മുഹമ്മദിന് ഈ ഖുറാൻ എഴുതാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ ലഭിക്കുന്ന എവിടെ നിന്നാണ്? ഖുർആൻ എഴുതിയെഴുത്ത് മുഹമ്മദ് ലഭിക്കുന്നത് മുഹമ്മദിനെ പിന്നീട് ഏകദേശം ഖദീജ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ അടുത്ത് ആണ് മുഹമ്മദ് എത്തിച്ചേരുന്നെന്ന് പറയുമ്പോൾ മുഹമ്മദിന് ഒരു അടിമയുടെ സ്ഥാനമായിരുന്നു മുഹമ്മദിന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഖദീജ എന്ന് പറഞ്ഞ ഒരു പണക്കാരിയും ബിസിനസ്സുകാരിയായിരുന്നു. അങ്ങനെ മുഹമ്മദ് ഖദീജയുടെ അടുത്ത് എത്തുന്നു, അവിടുന്ന് എല്ലാം പഠിക്കുന്നു. അങ്ങനെ യഹൂദന്മാരെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും ഒക്കെ അവർ ഏകദൈവ വിശ്വാസികളാണ്. ഞങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ അറബികളാണെങ്കിൽ 360 ദേവീദേവന്മാരെ ആരാധിക്കുന്നവരാണ്. അല്ല, അതിന് എന്തെങ്കിലും ചരിത്രപരമായ തെളിവുണ്ടോ? ഇവർ ഈ 360 ദേവീ ദേവന്മാരെ ആരാധിച്ചുകൊണ്ടിരുന്നവരാണെന്നുള്ളത് ചരിത്ര തെളിവല്ലേ? ചരിത്രം തന്നെയാണല്ലോ പറയുന്നത്. അപ്പം അതില് ഈ ഖുറേഷി ഗോത്രത്തിന്റെ ദൈവമായിരുന്നോ ഈ അള്ളാഹു? അള്ളാഹു എന്ന് പറഞ്ഞ ഖുറേഷി ഗോത്രത്തിന്റെ ദേവനായിരുന്നു. ഈ അള്ളാഹുവിനെ കുറിച്ചൊന്ന് പറയാമോ? ഈ അള്ളാഹു എന്ന് കുറിച്ച് പറയുന്നത് ഉസ്സാ ഗോത്രത്തിന്റെ ഒരു ദേവൻ, അല്ല ഒരു മെയിൻ ആള്. എന്തെങ്കിലും രൂപഭാവങ്ങളുണ്ടോ ഈ അള്ളാഹുവിന്? അള്ളാഹുവിന് ഏകദേശം 2 കൈ ഒരു ഭാഗത്താണ്, 60 അടി ഉയരമുണ്ട്, തുണി എടുത്ത് നടക്കുന്നു. അതൊക്കെ ചരിത്രപരമായിട്ട് തുണി സ്വർഗത്തിൽ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ ഉള്ള
ആ തെളിവുകള് ഖുർആനിൽ നമുക്ക് അല്ല ഞാൻ ഖുർആനിലും ചോദിക്കുന്നത് ഹദീസിലും അല്ല ഈ ഖുറാൻ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആ. ഈ പിന്നെ ഈ ഖുറേഷി ഗോത്രത്തിന്റെ ദേവനായിരുന്നല്ലോ. അതെ അതെ അപ്പൊ ആ ദേവനുമായി ബന്ധപ്പെട്ടുള്ള കഥകൾ എന്തൊക്കെയാണ്? കഥകൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അള്ളാഹു ഉം. എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് 60 അടി ഉയരമുണ്ട്. ഉം. അള്ളാഹുവിന്റെ ഉയരം എന്ന് പറയുന്നത്. ഉം. അള്ളാഹു നീളിലുണ്ട്. ഉം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ 2 കൈ ഒരു ഭാഗത്താണ്. ഉം. അതിന്റെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹുവിന്റെ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കും. അത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഉം. അതിന്റെ ആ രൂപങ്ങളൊക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ അള്ളാഹു എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ആരാധന മൂർത്തിയായിരുന്നു. ആരാധന മൂർത്തിയായിരുന്നു. ഈ അള്ളാഹുവിന് പെൺമക്കളുണ്ട്, 3 പെൺമക്കളുണ്ട്. അല്ല ഇതൊരു അള്ളാഹുവിന് 3 പെൺമക്കളുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതൊരു കെട്ടുകഥയായിരുന്നോ കെട്ടുകഥയല്ല. അതൊരു സാങ്കല്പിക കഥയായിരുന്നോ? എന്താണ് ശരിക്കും? ഖുർആനിൽ തന്നെ പറയുന്നത് അള്ളാഹുവിന് പെൺമക്കളുണ്ടായിരുന്നു എന്ന്. ഖുർആനിൽ തന്നെ 59-ാം സൂറയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അള്ളാഹുവിന് പെൺമക്കൾ ഉണ്ടായിരുന്നു, അവരുടെ മധ്യസ്ഥം നമുക്ക് സ്വീകരിക്കത്തക്കതായിരുന്നു എന്നൊക്കെ ഖുർആനിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ആ ഭാഗം കുറെ ഭാഗം തിരുത്തിയതിന് ശേഷം വേറൊരു ഭാഗം കുറെ കൂട്ടിച്ചേർത്തു. ഭാഗം അതിനകത്ത് കൂട്ടിച്ചേർക്കുക. ലാത്തയും മനാത്തയും ഉസ്സയും അള്ളാഹുവിന്റെ പെൺമക്കളാകുന്നു, അവരുടെ മധ്യസ്ഥം നമുക്ക് സ്വീകരിക്കത്തക്കതാകുന്നു. അപ്പൊ ഈ 3 പെൺമക്കൾ, ആൺമക്കളില്ലായിരുന്നു അള്ളാഹുവിന്. 3 പെൺമക്കളായിരുന്നു അള്ളാഹുവിനുണ്ടായിരുന്നത്. ഈ 360 ദേവീദേവന്മാരെയും 358നെയും തല്ലിത്തകർത്തു. ആര് തല്ലിത്തകർത്തു? മുഹമ്മദ്. അല്ല ഞാൻ ചോദിക്കുന്നത് ഈ 360 ദേവന്മാരിൽ 358 തല്ലി തകർക്കാനുള്ള ഈ പവറും ശക്തിയും ഇദ്ദേഹത്തിന് എവിടുന്ന് കിട്ടി? മുഹമ്മദ് ഇങ്ങനെ ഏകദൈവത്തെ പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. അള്ളാഹുവാണ് ഏകദൈവം, മറ്റു ദേവന്മാരില്ല, മറ്റെല്ലാം തന്നെ. അല്ല ഈ അള്ളാഹുവിന് ഈ ഏകദൈവ അല്ല ഈ മുഹമ്മദിന് നബിക്ക് ഈ ഏകദൈവ വിശ്വാസം എവിടുന്ന് കിട്ടിയതാണ്? യഹൂദന്മാർ ആ കാലത്ത് അറേബ്യയിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നുമാണ് മുഹമ്മദിന് ഏകദൈവ സിദ്ധാന്തത്തെ കുറിച്ച് കേൾക്കാനും പഠിക്കാനൊക്കെ ഇടയായി തീർന്നത്. അങ്ങനെ തന്റെ ഗോത്രദേവൻ, അപ്പൊ മുഹമ്മദിനെ ഖുർആനൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് മോശയെ മുഹമ്മദ് ഒരു ഹീറോയായിട്ട് കാണുമായിരുന്നു. കാരണം ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്ന് അവരുടെ ഒരു നേതാവായി അവരെ നടത്തിയതായ അതുപോലെ അറബികളെ വിടുവിച്ച് അവരെ ഈ ഏകദൈവ സിദ്ധാന്തത്തിൽ കൊണ്ടുവന്ന് അവരെ വഴി നടത്തണം എന്നുള്ളൊരു ചിന്ത മുഹമ്മദിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെയാണ് മുഹമ്മദ് ഏകദൈവത്തെ, തന്റെ ഗോത്രദേവനായ അള്ളാഹു എന്ന് പറഞ്ഞ ഹുബൽ അല്ലെങ്കിൽ ഹബാൽ എന്ന് പറഞ്ഞ ഏകദൈവത്തെ അല്ലെങ്കിൽ ഈ ബിംബത്തെ മുഹമ്മദ് ഏകദൈവമാക്കി മാറ്റുകയാണ്. 358നെയും തല്ലിത്ത. അപ്പൊ ശരിക്കും ഈ അള്ളാഹുവിനെ സൃഷ്ടിച്ചത് തന്നെ മുഹമ്മദാണ്. മുഹമ്മദിനാണ് ഏകദൈവമാക്കി മാറ്റിയത് അള്ളാഹുവാണ്, മുഹമ്മദാണ്. മുഹമ്മദിനെ ഒരു നേതാവായിരിക്കാനായിട്ട് മുഹമ്മദ് കൊണ്ടുവന്ന് അവിടെ കുടിയിരുത്തിയതായ ഒരു ദേവനാണ് വാസ്തവത്തിൽ ഈ അള്ളാഹു എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നത് കുൽ ഹു അല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്. പക്ഷെ ഈ ഏകൻ എന്ന് പറഞ്ഞ അഹദ് എന്നുള്ളൊരു വാക്ക് ഒരുവൻ എന്നുള്ള അർത്ഥമല്ല. നമ്മളിൽ ഒരുവൻ, അവരിൽ ഒരുവൻ, 1000-ൽ ഒരുവൻ, 360-ൽ ഒരുവൻ എന്നുള്ള അർത്ഥമാണ് അഹദുൻ എന്നുള്ള ഖുർആൻ വാക്യങ്ങളിൽ ഉള്ളത് എന്നാണ് മുസ്ലിം പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം തന്നെ. അപ്പോൾ ഈ 360 ദേവീദേവന്മാരിൽ ഒരുവന് എടുത്തുകൊണ്ടുവന്ന് ഏകദൈവമാക്കിയിട്ട് 358നെയും തല്ലി തകർത്ത് ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞൊരു കറുത്ത കല്ലുണ്ട്. ആ കറുത്ത കല്ലിനെ മുഹമ്മദ് വളരെ ആദരിക്കുകയൊക്കെ ചെയ്തു. അള്ളാഹുവിനേക്കാളും കഴിവ് ആ കല്ലിന് ഈ ശിവലിംഗമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ശിവലിംഗമായിട്ട് ബന്ധമുണ്ടെന്നാണ് ചില ആൾക്കാരൊക്കെ എങ്ങനെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഈ കറുത്ത കല്ല് എന്ന് പറയുന്നത് ശരിക്കും ആദ്യകാലങ്ങളിൽ പിന്നെ ഹൈന്ദവർ ആരാധിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ശിവലിംഗമാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ശിവലിംഗമാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ആ ശിവലിംഗത്തെ മറച്ചിരിക്കുകയാണ്. അത് നമുക്ക് ആ കല്ലായിട്ട് കാണാൻ പറ്റില്ല. ഒരു യോനിക്കല്ല് പോലെയാണ് അത് ആ രൂപം കാണുന്നത്. അപ്പൊ ശരിക്കും ഈ
എന്നെ ഹിന്ദു റിലീജിയൻ വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ പഴയ കാലങ്ങളിൽ എന്നാ ലിംഗവും യോനിയും ആരാധിക്കപ്പെട്ടിരുന്നു. ആരാധിക്കപ്പെട്ടിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഈ കല്ല് എന്ന് പറയുന്നത് ശരിക്കും ഇതാണ്. ലാത്തയുടെ യോനിയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിന്റെ രൂപം കണ്ടു കഴിഞ്ഞാല് ഒരു യോനിയുടെ രൂപമാണ്. ആ യോനിയുടെ രൂപം കൊണ്ട് ഈ കല്ല് മറച്ചിരിക്കുക. അപ്പൊ അല്ലാത്ത് എന്നാണ് ഈ പെൺമക്കളുടെ പേര് എന്ന് പറയുന്നത്, അല്ലാത്ത. അപ്പൊ അല്ലും ലായും കൂടെ ചേർക്കുമ്പോഴാണ് ആവുന്നത്. അപ്പൊ ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ കല്ല് ഈ ഇതുകൊണ്ട് അങ്ങ് മറച്ചിരിക്കുകയാണ്. അത് അതിനകത്ത് പോയി നോക്കിയെങ്കിൽ മാത്രമേ ഈ കല്ലിനെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അതിന്റെ അടുത്ത് പോയി നോക്കണം. അത് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു യോനിക്കല്ലാതെ യോനി പോലെ ഒരു രൂപമാണ് ഇത് കാണാനായിട്ട് സാധിക്കും. അജറൽ അസ്വദ് എന്ന് പറഞ്ഞ കറുത്ത. പൊതുവെ ഇസ്ലാം മതത്തിൽ ഈ വിഗ്രഹാരാധന ഇല്ലല്ലോ. വിഗ്രഹാരാധന ഇസ്ലാമിലാണ്. ലോകത്തിൽ ഏറ്റവും വലിയ വിഗ്രഹാരാധികള് മുസ്ലിങ്ങളാണ്. അതാണ് എനിക്ക് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ അവരുടെ നിസ്കാരം ശരിയാക്കണമെങ്കിൽ ഈ കാബയിലേക്ക് നോക്കണം. കാബയിലേക്ക് നോക്കാതെ അവരുടെ നിസ്കാരം ശരിയാവില്ല. അപ്പൊ അത് വിഗ്രഹം തന്നെയല്ലേ. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും, ഇപ്പൊ നമ്മളെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നാലും പ്രാർത്ഥിക്കാം. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കാബയിലേക്ക് നോക്കിയെങ്കിലേ മാത്രമേ അവർ നിസ്കാരം ശരിയാവുള്ളൂ. അപ്പൊ അത് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വിഗ്രഹാരാധനയല്ലേ. അപ്പം അലി ബ്രദർ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിഗ്രഹാരാധികൾ ഇസ്ലാം മത വിശ്വാസികളാണ്. അപ്പോ വേറെ ഒരു പറയാ, മുട്ടിന് താഴെ തുണി എടുത്തെങ്കിൽ മാത്രമേ നിസ്കാരം ശരിയാവുള്ളൂ. ഇപ്പൊ നമുക്ക് ഒരു തുണി ഇല്ലാന്ന് വിചാരിക്കുക. ഇപ്പൊ നമുക്ക് ഒരു സെഡിയേ ഉള്ളൂ എന്ന് വിചാരിക്കാം. സെഡി പിടിച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ലേ? പക്ഷെ അവർക്ക് അത് പറ്റില്ല. ഇപ്പൊ നമുക്ക് കയ്യും മുഖം കഴിയാതെ നമ്മൾ ദൈവത്തോട് ചെന്നിട്ട് എനിക്കൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒതു എടുക്കണം. വലിയ ശുദ്ധി എന്ന് പറഞ്ഞു നിന്നിട്ട് കുളിക്കണം. അത് കഴിഞ്ഞിട്ട് ഒതു എടുക്കണം. ഒതു എടുത്തെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ നിസ്കാരം ശരിയാവുള്ളൂ. ഇപ്പൊ നിസ്കരിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കുക. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മളെ കീഴ്ശ്വാസം ഒന്ന് പോയി എന്ന് വിചാരിക്കുക. അപ്പൊ അതോടുകൂടെ അവരെ നിസ്കാരം നിന്നുപോയി. നിസ്കരിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ മുറിഞ്ഞു പോയി. വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യണം? വീണ്ടും ഒതുടുക്കണം. കീഴ്ശ്വാസം പോയ ഭാഗമല്ല കഴുകേണ്ടപ്പോ, അങ്ങനെ പോയ ഭാഗമല്ല കഴുകേണ്ടത്. വീണ്ടും വന്നിട്ട് കയ്യും കാലും മുഖം കഴുകിയിട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും നിസ്കരിക്കുന്നു. അപ്പോ ഒരു ഹൃദയശുദ്ധി അല്ല വാസ്തവത്തില് അവിടെ കാണുന്നത്, പുറമേയുള്ള ശുദ്ധിയാണ്. പക്ഷെ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചത് നിങ്ങൾ ഹൃദയശുദ്ധി ഉള്ളവരായിരിക്കണം. അപ്പൊ ഹൃദയശുദ്ധി എന്ന് പറയുന്നത് ഇസ്ലാമിലില്ല. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാര് എന്ന് യേശു കർത്താവ് പഠിപ്പിച്ചു. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം എന്ന് തന്നെയാണ് പുറമേയുള്ള ശുദ്ധീകരണം. അല്ല, ഈ ഇസ്ലാമിനെ സംബന്ധിച്ച് എല്ലാത്തിനും മതം കലർന്നിട്ടുണ്ട് അല്ലേ? വസ്ത്രത്തിലും മതമുണ്ട്, ഭക്ഷണത്തിലും മതമുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? അത് ഹലാല്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹലാല് എല്ലാവരും നമ്മള് ഒരു മുസ്ലിം ആണെങ്കിൽ ഈ ഹലാലിനെ സംബന്ധിച്ചിടത്തോളം പറയാം. അല്ല, ഈ ഹലാൽ എന്ന് പറഞ്ഞ എന്താണ് ശരിക്കും? ഹലാൽ എന്ന് അനുവദനീയമായത്, അനുവദിക്കപ്പെട്ടത്. അപ്പൊ ഹലാലാകണമെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാരുടെ ഇടയിൽ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് വലിയൊരു മുസ്ലിം പണ്ഡിതൻ പറയുന്നു, മന്ത്രി ചൂതി 3 പ്രാവശ്യം അതിനകത്ത് ഈ ആഹാരത്തിനകത്തേക്ക് എന്ന് പറഞ്ഞിട്ട് തുപ്പണം. തുപ്പിയെങ്കിൽ മാത്രമേ ഹലാലാകുള്ളൂ. അങ്ങനെ ഒരു ആഹാരം മാത്രമേ കഴിക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെയാണ് ഹലാലാക്കുന്നത്. തുപ്പിയാണ് ഹലാലാക്കുന്നത്. ഇപ്പൊ നമ്മള് പലയിടങ്ങളിലും പല വീഡിയോസ് ഒക്കെ ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടിട്ടില്ലേ? അപ്പൊ ഹലാൽ എന്ന് എഴുതി വെച്ചാൽ അതൊരു ബിസിനസ്സാണ്. മുസ്ലിങ്ങൾ ആരും തന്നെ മറ്റു ഹോട്ടലിലോട്ട് പോകാൻ പാടില്ല, മറ്റൊരു കടയിലോട്ട് പോകാൻ പാടില്ല. അലി ബ്രദർ പറയുന്നതനുസരിച്ച് ഈ അള്ളാഹു എന്ന് പറയുന്നത് ഒരു ഗോത്രദേവനാണ്. അത് ഈ 360 ഗോത്രങ്ങളിൽ നിന്ന് 360 ദേവീദേവന്മാരിൽ നിന്ന് മറ്റു ദേവീദേവന്മാരെല്ലാം തല്ലി തകർത്തിട്ട് ഒരു രൂപം, ഒരു വിഗ്രഹം, അതായത് ഒരു സൈഡിൽ തന്നെ 2 കൈയുള്ള ഒരു വിഗ്രഹം, അതിന്റെ ഒരു രൂപം എടുത്തു വെച്ചിട്ട് അത് അള്ളാഹു ആണ് എന്ന് പറഞ്ഞ് മുഹമ്മദ് തന്നെ ഉണ്ടാക്കിയതാണ് അള്ളാഹുവിനെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൃഷ്ടിച്ചത് മുഹമ്മദാണ്. മുഹമ്മദിന് മുമ്പ് തന്നെ ഈ കൈയുള്ള ഈ വിഗ്രഹം ഉണ്ടായിരുന്നു. അതിനെ മുഹമ്മദിന്റെ ഗോത്രദേവനായി മുഹമ്മദ് അംഗീകരിച്ച് ഇതാണ് ഏകദൈവം എന്ന് മുഹമ്മദ് പറയുകയായിരുന്നു.
മുഹമ്മദാണ് ഈ വിഗ്രഹത്തെ എന്ത് ചെയ്തത്? ഏകദൈവമാക്കി മാറ്റിയത്. അല്ലാഹു എന്ന്. യഹൂദന്മാരുടെ മതഗ്രന്ഥത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഖുറാനിൽ കോപ്പി അടിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾ യഹൂദന്റെ ഗ്രന്ഥങ്ങൾ അതിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് കോപ്പി അടിച്ചിട്ടുള്ളത്? യഹൂദന്മാരുടെ ഗ്രന്ഥങ്ങളിൽ 60% യഹൂദന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കോപ്പി അതുപോലെ കോപ്പി അടിച്ചല്ല, അതിൽ മുഹമ്മദ് എന്ത് ചെയ്തു? അത് കോപ്പി അടിച്ചിട്ട്, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, യഹൂദന്മാരുടെ ആചാരപ്രകാരം 40 ദിവസം അവരെ ഉപവസിക്കുക എന്നുള്ളത്, അത് മുഹമ്മദ് നിങ്ങൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? 30 ആക്കി മാറ്റി, ചില മാറ്റങ്ങൾ വരുത്തി. അബ്രഹാമിന്റെ ജീവചരിത്രം എടുത്തുകൊണ്ടെന്ന് മുഹമ്മദ് അതിനകത്ത് ചില മാറ്റങ്ങളൊക്കെ വരുത്തി. യേശു കർത്താവിന്റെ ജീവചരിത്രം എടുത്തിട്ട് അതിനകത്ത് കുറെ മാറ്റി. അതുപോലെ തന്നെ ഈ ബക്രീദ് എന്ന് പറയുന്ന കാര്യം, ബക്രീദ് യാഗം കഴിക്കുന്നത് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അതും ആചാരമായിരുന്നു. അത് അവിടുന്ന് അടിച്ചു മാറ്റി. പിന്നെ നിസ്കരിക്കുമ്പോ അവര് പ്രത്യേകമായി ഇരിക്കുന്ന ഒരു ഇതുണ്ട്, അത് മറ്റുള്ള മതങ്ങളിൽ നിന്ന് അടിച്ചു മാറ്റിയ, സ്വരാഷ്ട്ര മതങ്ങളിൽ നിന്ന് അടിച്ചു മാറ്റിയതുണ്ട്. അല്ല, ഒറിജിനൽ ആയിട്ട് ഇസ്ലാമില് അടിച്ചു മാറ്റാത്ത ഒന്നും തന്നെ ഇല്ല. ഈ തല തൊപ്പി വെക്കുന്നത് എല്ലാം അടിച്ചു മാറ്റുന്നതാ. പിന്നെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതം ചെയ്തൊരു കാര്യമുണ്ട് ഖുർആനില്, ചന്ദ്രനെ പിളർത്തി മുഹമ്മദ്. പക്ഷെ അത് മുഹമ്മദ് ജീവിച്ചിരുന്നതിനും ഏകദേശം 34 വർഷം മുമ്പ് ഉമ്മർ കൈസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഒരു അറബി. അദ്ദേഹത്തിന്റെ ഒരു കവിതയില് അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു ചന്ദ്രൻ പിളർന്നു പോയി എന്ന് പറഞ്ഞൊരു കഥ. അതിന് യാതൊരു മാറ്റം വരുത്താതെ മുഹമ്മദ് എന്ത് ചെയ്തു? അത് എടുത്തു കൊണ്ടുവന്ന് ഖുർആനിൽ ചന്ദ്രനെ പിളർത്തി എന്ന് ഞാൻ കണ്ടു. ചന്ദ്രനെ പിളർത്തി മുഹമ്മദ് എന്നൊരു ഭാഗം കൊണ്ടുപോയി എന്ത് ചെയ്തു? അതിന്റെ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു മാസിക പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നു. ആ മാസികയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞ ആ കവിതയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങൾ അറബി സഹിതം തന്നെ ഞാൻ ആ മാസികയിൽ എന്ത് ചെയ്തിരുന്നു? പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പൊ മുഹമ്മദിന്റേതായ ഒന്നും തന്നെ വാസ്തവത്തിൽ ഇതിനകത്തില്ല, അല്ലെങ്കിൽ ദൈവം പറഞ്ഞതായ ഒന്നും തന്നെ ഇതിനകത്തില്ല. അല്ല, ഇദ്ദേഹം ഒരു ഗുഹയിലിരിക്കുമ്പോൾ, മുഹമ്മദ് നബി ഒരു ഗുഹയിലിരിക്കുമ്പോൾ ഒരു ഗബ്രിയേൽ ദൂതൻ വന്ന് ഈ മുഹമ്മദ് നബിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അല്ല, ഒരിക്കലും അത് നമ്മൾ ആ ഭാഗം വ്യക്തമായി പഠിച്ചാല് മുഹമ്മദ് നബി ഈറാ ഗുഹയിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ മുമ്പേ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തന്റെ മക്കൾ മരിച്ചതിന് ശേഷം അറബികളുടെ ഇടയിൽ പ്രത്യേകിച്ചുണ്ടായിരുന്ന ഒരു അനുഭവമായിരുന്നു ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടി ഒരു നിശ്ചിത സമയം വരെ ധ്യാന നിരതനായിരിക്കുക എന്നുള്ളത്. അങ്ങനെ മുഹമ്മദ് തെരഞ്ഞെടുത്തത് ഇറ എന്ന ഗുഹയിൽ. അങ്ങനെ ഗുഹയിൽ ഇരിക്കുമ്പോഴാണ് മുഹമ്മദിന്റെ അടുത്ത് ഈ ആള് വരുന്നത്. മുഹമ്മദിനോട് ആദ്യമായിട്ട് പറയുന്നത് ഇക്റഹ് എന്നാ. ഇക്റഹ് എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയത്തില്ല. അല്ല, ഇത് നടന്ന സംഭവമാണോ അതോ മുഹമ്മദ് നബി കെട്ടിച്ചമച്ച ഒരു കഥയാണോ? നടന്ന സംഭവമാണെന്ന് ഇസ്ലാം പറയുന്നു. ഇതിനെ സംബന്ധിച്ച് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മുഹമ്മദ് ഇപ്പോ ഒരു ദൈവമാണല്ലോ, അല്ലെങ്കിൽ ദൈവം അള്ളാഹു പറഞ്ഞയച്ച ഒരു മലക്കാണെന്നാ പറയുന്നത്. ഈ മലക്ക് ആദ്യമായിട്ട് വരുമ്പോ ആദ്യം നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു സ്വഭാവമാണ്. അതെ. അതുപോലെ ബൈബിളിൽ പല വ്യക്തികൾക്കും ഈ ദൂതന്മാര് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സക്കരിയയ്ക്ക് പരിചയപ്പെട്ടപ്പോൾ സക്കരിയായോട് പറഞ്ഞ ഇന്ന ആളാണ്, ഇന്ന കാര്യത്തിനാണ് വന്നത് എന്ന് വ്യക്തമായി പരിചയപ്പെടുത്തി. മേരിക്ക് പ്രത്യക്ഷപ്പെട്ടവ മേരിക്ക് പരിചയപ്പെടുത്തി. അങ്ങനെ ബൈബിളിൽ ഇങ്ങനെ ദൂതന്മാര് വന്നപ്പോൾ ഇവർക്ക് ഭയപ്പെട്ട് കഴിഞ്ഞ സമയത്തൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവരെ പരിചയപ്പെടുത്തിയുണ്ട്. പക്ഷെ മുഹമ്മദിന്റെ അടുത്തേക്ക് വന്ന ഈ മലക്ക് എന്ന് പറയുന്നത് തന്നെ പരിചയപ്പെടുത്തുകയോ എന്തിനാണ് വന്നതെന്ന് പറയുകയോ അങ്ങനെ യാതൊന്നും തന്നെ ചെയ്തില്ല. മുഹമ്മദിനോട് പറഞ്ഞു വായിക്കാൻ പറഞ്ഞു. മുഹമ്മദ് പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല. ഈ വന്ന വ്യക്തി മുഹമ്മദിനെ പിടിച്ച് ഞെക്കി വേദനിപ്പിച്ച് വായിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ 3 പ്രാവശ്യം എന്ത് ചെയ്തു? ഈ വന്ന വ്യക്തി മുഹമ്മദിനെ പിടിച്ച് ഞെക്കി വേദനിപ്പിച്ച് വായിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നു. ദൈവദൂതനാണ് ഇങ്ങനെ പരാജയം ഉണ്ടാകുക. അത് മാത്രമല്ല, അവിടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് അള്ളാഹുവിനാണ്. വാസ്തവത്തിന് അള്ളാഹു
ഇവന് മുഹമ്മദ് ആരാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവും പ്രാപ്തിയില്ലായിരുന്നു. ഉം, ഉം, ഉം. മുഹമ്മദിനെ വായിക്കാൻ അറിയില്ല എന്നുള്ള കാര്യം അള്ളാഹു മനസ്സിലാക്കണം. അള്ളാഹു ദൈവമായിരുന്നെങ്കിൽ ഉം. അള്ളാഹു വാസ്തവത്തിലെ മനസ്സിലാക്കണ്ടായിരുന്നു. അല്ല, അള്ളാഹു എന്ന് പറയുന്ന മുഹമ്മദ് തന്നെ അതല്ല രീതി അനുസരിച്ച് ഉം, ദൈവമല്ലേ, ഉം, സിട്ടാവായ ദൈവമാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവല്ലവനാണെന്നൊക്കെയാണ് ഇവര് പറയുന്നത്, മുസ്ലിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദിന്റെ അടുത്ത് വന്ന മലക്ക് ഉം, മുഹമ്മദിനെ വായിപ്പിക്കാൻ ശ്രമിച്ചിട്ട് വായിക്കണ്ടേ? പക്ഷെ അവിടെ ദൂതൻ പരാജയപ്പെടുകയാണ്. ഉം, പക്ഷെ അള്ളാഹു അല്ലേ വിട്ടതാളെ. ഉം, ഉം, അപ്പൊ അള്ളാഹുവിനെ അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഉം. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട ഒരു കാര്യം ബൈബിളില് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നു. ഉം, ഉം, മോശയെ മോശ എന്ന് വിളിച്ചു. ഉം. അപ്പൊ യഹോവയായ ദൈവത്തിന് മോശയെ കുറിച്ച് അറിയായിരുന്നു, മോശയുടെ പേരറിയായിരുന്നു. ഉം, എന്നിട്ടൊന്ന് പരിചയപ്പെടുത്തി, ഞാൻ ആരാണ്, ഉം. എന്റെ പേരെന്താണ്. അന്ന് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിലുണ്ടായ സംഭവങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മോശയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ഉം, മോശ ദൈവത്തോട് ചോദിക്കുന്നു എന്റെ പേരെന്താണെന്ന്. അപ്പൊ പേര് പറഞ്ഞു കൊടുക്കുന്നു. ഉം, ഉം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 പ്രാവശ്യം ഞെക്കി വേദനിപ്പിച്ചിട്ട് വായിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടുന്ന ഒരു ദൂതനെയും ഒരു അള്ളാഹുവിനെയാണ് നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ അള്ളാഹു സർവശക്തനല്ല, സർവജ്ഞാനിയല്ല, സർവവല്ലവനല്ല, കഴിവോ പ്രാപ്തിയോ ഉള്ള ഒരു വ്യക്തിയല്ല എന്നുള്ളത് ഈറാ ഗുഹയിൽ തന്നെ തെളിയിച്ച കാര്യം. അപ്പൊ മുഹമ്മദിന്റെ അടുത്ത് ആര് വന്നു എന്നതിന് തെളിവില്ല. ആരാണ് വന്നത്? അവിടെ കാണിച്ചു കൂട്ടിയതായ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മുഹമ്മദിന് പ്രത്യക്ഷപ്പെട്ടത് സാത്താന്റെ ദൂതനാണ്. സാത്താന്റെ ദൂതനാണെന്ന് പറയാൻ പറ്റുള്ളൂ. പരിജ്ഞാനമുള്ള ഒരു ദൈവമായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു കാര്യം അവിടെ ചെയ്യുകയില്ല. ഇപ്പൊ വായിക്കാൻ അറിയാം, ദൈവം വിചാരിച്ചാൽ വായിക്കാൻ അറിയാത്തൊരു വ്യക്തിക്ക് വായിപ്പിക്കാൻ ശ്രമിക്കാത്തതിന് കഴിയുമല്ലോ. വായിപ്പിക്കേണ്ട ശ്രമിക്കേണ്ട ആവശ്യമില്ല. വായിച്ചു വരട്ടെ എന്ന് ദൈവം ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. ശരിക്കും ഈ ഖുർആൻ എഴുതിയതാരാ? ഖുർആൻ മുഹമ്മദിന്റെ മരണശേഷമാണ് ക്രോഡീകരിച്ചത്. അവിടെ ഇവിടെ നിന്നൊക്കെ ആയിട്ട് പല പ്രാവശ്യം പല ശരിക്കും ഈ ഖുർആൻ എഴുതിയത് മുഹമ്മദ് അല്ല. മുഹമ്മദ് അല്ല ഖുർആൻ എഴുതിയത്. മുഹമ്മദിനെ എഴുതാനും വായിക്കാനൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ മുഹമ്മദ് ഓരോ കാര്യങ്ങളും അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടും മുണ്ടൊക്കെ പലയിടത്തുനിന്നും കിട്ടുന്നതൊക്കെ ഓരോരുത്തരുടെ ശിഷ്യന്മാരെ വെച്ച് ഇങ്ങനെ എഴുതിച്ചു പല കാര്യങ്ങളൊക്കെ. അല്ല, മുഹമ്മദ് മരണശേഷം അല്ലേ ഈ ഖുർആൻ എഴുതുന്നത്? അതെ അതെ. ഓക്കെ. ഈ മുഹമ്മദ് നബിക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ഭാര്യമാരായിട്ട് 19 പേര്. 19 പേര്. അല്ലാതെ മറ്റുള്ള സ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തിയിരുന്നു? അതെ അതെ അതെ. ഏകദേശം 60ഓളം സ്ത്രീകളുമായിട്ട്, മൊത്തത്തിൽ 69 എണ്ണത്തിനാണ് അത് പറയുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട 50ഉം ഇവിടെ 19. ഒറിജിനൽ ഭാര്യമാര് 19. ചില മുസ്ലിങ്ങൾ പറയും 9 ആണെന്ന് പറയും, ചില മുസ്ലിങ്ങൾ 11 ആണെന്ന് പറയും. ഇസ്ലാമിക ചരിത്രപ്രകാരം 11ഓളം ഭാര്യമാരെ മുഹമ്മദ് ഡൈവോഴ്സ് ചെയ്തിട്ടുണ്ടെന്ന് തെളിവുകളുണ്ട്, ഇസ്ലാമിക തെളിവുകൾ. ഇബ്നുൽ അഷാഖിന്റെ സിറാത്തു റസൂൽ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ അകത്ത് അദ്ദേഹം ഒരു 11ഓളം പേരെ മുഹമ്മദ് ഡൈവോഴ്സ് ചെയ്തൊരു ചില കാര്യങ്ങളൊക്കെ പറയും. അല്ലെ, മുഹമ്മദ് നബി ഈ 59 പേരെ മായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. 69ഓളം പേര്. അല്ല, അതിനെന്തെങ്കിലും ഒരു തെളിവുണ്ടോ ഈ ഗ്രന്ഥങ്ങളിൽ? ഗ്രന്ഥം തെളിവുണ്ട്. അത് ഏത് ഗ്രന്ഥത്തിലാണ്? പല ഗ്രന്ഥങ്ങളിലുണ്ട്. അല്ല, ഈ 19ഓളം ഭാര്യമാരെ ഇപ്പൊ കൂടുതലായിട്ടുള്ള ഇബ്നുൽ ഇഷാഖിന്റെ സീറത്ത് റസൂൽ എന്ന് പറഞ്ഞ ഈ ഗ്രന്ഥത്തിലാണ് മുഹമ്മദിന്റെ പല ഭാര്യമാരുടെയും പേര്, അതിനകത്ത് പേരടക്കം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, എണ്ണ അടക്കം. അല്ല, ഈ ഇസ്ലാമിനെ സംബന്ധിച്ച് എത്ര ഗ്രന്ഥങ്ങളുണ്ട്? ഒന്ന് ഖുർആനുണ്ട്, പിന്നീട് എന്താണ്? ഖുർആൻ പൂർണ്ണമല്ല ഇസ്ലാമിലെ ഖുർആൻ. അല്ല, ഇസ്ലാമിന്റെ മതഗ്രന്ഥമാണല്ലോ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ എന്നാണല്ലോ പറയുന്നത്. പരിശുദ്ധ ഖുർആൻ. അതിനുശേഷമുള്ള ഗ്രന്ഥങ്ങൾ അതിന്റെ അടുത്തതാണ്. അത് ഈ പൂർണ്ണമല്ലാത്തത് കൊണ്ടാണ് ഈ ഗ്രന്ഥങ്ങൾ വേണ്ടി വന്നത്. അല്ല, അത് ഏതൊക്കെയാണ്? അത് ഒന്ന് ബുഖാരി എന്ന് പറയും, രണ്ടാമത് മുസ്ലിം, മൂന്നാമത്തത് അബൂദാബൂദ്, നാലാമതായിട്ട് നിസാഹ്, അൽമാജ. അതിന് 6 ഗ്രന്ഥങ്ങൾ അതുണ്ട്. ഖുർആൻ അടക്കം 7 എണ്ണം. പിന്നെ ഖുർആൻ വ്യാഖ്യാനിക്കണമെങ്കിൽ തഫ്സീർ വേണം. തഫ്സീർ എന്ന് പറഞ്ഞാൽ മുസ്ലിം പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങൾ വേണം. അതിന്റെ പുറമെ സീറകളുണ്ട്.
ഇബ്നു ഇഷാഖിന്റെ ഷീറകൾ ഇപ്പൊ മുഹമ്മദിന്റെ ജീവചരിത്രം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഹദീസിലും ഖുർആനിലും ഒന്നും കാണുന്നില്ല. അത് സീറകളിലാ കാണുന്നത്. തബരിയുടെ, അതുപോലെ ഇബ്നു ഇഷാഖ്, ഇബ്നു ഹിഷാം ഇങ്ങനെയുള്ളവരുടെ ആ ഗ്രന്ഥങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്. മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് ഏക ഭാര്യയില് ഉറച്ചു നിന്നൊരു വ്യക്തി ആയിരുന്നില്ല. ആദ്യത്തെ വിവാഹം തന്നെ മുഹമ്മദ് 23 അല്ലെങ്കിൽ 25 വയസ്സുള്ളായപ്പോൾ തന്നെക്കാൾ 15ഓളം ഉമ്മയുടെ പ്രായമുള്ള സ്ത്രീയാണ് മുഹമ്മദ് കല്യാണം കഴിച്ചത്. അതൊക്കെ പഴയ കാലത്ത് അങ്ങനെ നടക്കുന്നതാണല്ലോ. അതിനെക്കുറിച്ച് വലിയ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. കാരണം പൊതുവെ അങ്ങനെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതല്ല, വാസ്തവത്തിൽ ലൈംഗിക ആസക്തി കൊണ്ട് നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു മുഹമ്മദ് എന്നുള്ളത് മുഹമ്മദിലെ ജീവചരിത്രങ്ങൾ വളരെ വ്യക്തമായി പഠിച്ചാൽ തന്നെ മുഹമ്മദ് ഓരോ സ്ത്രീകളെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞ 55 വയസ്സുള്ളപ്പോൾ 6 വയസ്സ് തികയാത്ത പെൺകുട്ടിയെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പല പ്രാവശ്യം സ്വപ്നം കണ്ടു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് 6 വയസ്സ് തികയാത്ത പെൺകുട്ടിയെ മുഹമ്മദ് വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ചിട്ട് ആയിഷ പറയുന്നത്, ഞാൻ ചോദിക്കുന്ന അന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ വിവാഹങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നതല്ലേ? അപ്പൊ മുഹമ്മദ് മാത്രമാണോ അങ്ങനെ വിവാഹം കഴിച്ചിട്ടുള്ളത്? മുഹമ്മദ് മാത്രം അല്ല, അന്നത്തെ കാലത്ത് യഹൂദന്മാരായാലും ക്രിസ്ത്യാനികളാണേലും ഒക്കെ ഇങ്ങനെ ഈ പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നല്ലോ. അത് ഈ അന്ത്യകാലത്തുള്ള മാതൃകയാണ് മുഹമ്മദ് എന്ന് പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് മുഹമ്മദ് വിവാഹം കഴിച്ചതിന് മാത്രം എന്താണ് ഇത്രമാത്രം തെറ്റതിൽ കാണുന്നത്? അദ്ദേഹം ഒരു പ്രവാചകനല്ലേ, അന്ത്യപ്രവാചകന് അന്ത്യമാതൃക കൈക്കൊള്ളാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തി. ഇദ്ദേഹം മാതൃക കൊടുക്കുമ്പോൾ ഇന്ന് ആ മാതൃകയല്ലേ മനുഷ്യൻ പിൻപറ്റുന്നത്? അല്ല, ഇന്ന് നമ്മൾ ഒരു സാധാരണ ഒരു വ്യക്തി, ഒരു സാധാരണ ഒരു മുസ്ലിം ഒരു തെറ്റ് ചെയ്തു, അതിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു ഹിന്ദുവോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ അവൻ സാധാരണ നിലയില് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് അതങ്ങനെ അവന്റെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്തതല്ലേ, അതിന് അവൻ ശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങ് തള്ളിക്കളയാം. എന്നാൽ അന്ത്യകാലത്ത് മാതൃകയായിട്ട് മുഹമ്മദിനെ മാതൃകയാക്കണമെന്ന് അള്ളാഹു പറയുക. മുഹമ്മദ് മാതൃകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മാതൃക 55 വയസ്സുള്ള മുഹമ്മദിന് 6 വയസ്സ് തികയാത്ത ഈ പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോ എങ്ങനെ എന്ത് മാതൃക അതിനകത്തുള്ളത്? ഒന്നിലധികം സ്ത്രീകളുമായിട്ട് സ്വന്തം മരുമകളെ ഭാര്യയാക്കി മാറ്റി. അല്ല, അത് അദ്ദേഹം പറയുന്ന അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തതായിട്ടുള്ള അത് അപ്പൊ തന്നെ പറയുന്ന അള്ളാഹു ദേവനല്ല, സർവശക്തനായ ദൈവം പറയുന്നെങ്കിൽ ആ ദൈവത്തെ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്? അതും ഒരുത്തന്റെ ഭാര്യ. മുഹമ്മദ് പോകുമ്പോഴേ ഭവനത്തിൽ, അതായത് മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം ഒരു മോറൽ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് പഠിക്കാനില്ല. മാതൃക അദ്ദേഹത്തിൽ നിന്ന് ഒരു മാതൃക കൈക്കൊള്ളാനായിട്ട് ഈ യൂട്യൂബിലൊക്കെ വലിയ വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ട്. മുഹമ്മദ് നബിയുടെ 10 നല്ല ഗുണങ്ങൾ പറയാൻ പറഞ്ഞു. അതെ, ഞാനും പറയാളോട് ചോദിച്ചിട്ടില്ല, എന്തെങ്കിലും ഒരു മാതൃക പറയാനായിട്ടില്ല. ഇല്ല, മുഹമ്മദിന്റെ ജീവിതത്തിൽ ഒരു മാതൃക പോലും ഒരു വ്യക്തിക്ക്, ഇസ്ലാമിലെ വിശ്വാസികൾക്ക് പോലും മാതൃക പിൻപറ്റാനായിട്ട് പറ്റുന്ന ഒരു കാര്യം ഇതിനകത്തില്ല. ഖുർആൻ തന്നെ പല ഗ്രന്ഥങ്ങളിൽ നിന്നും കോപ്പിക്കടിച്ച് ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥം. അപ്പോൾ ഈ മുഹമ്മദ് നബിക്ക് ഈ മലക്ക് വെളിപ്പെട്ടതിന് ശേഷം ഇദ്ദേഹം വന്ന് തൻ്റെ ഭാര്യയോടും മറ്റുള്ള യഹൂദന്മാരോടും എനിക്ക് ഈ ദൂതൻ വെളിപ്പെട്ടു എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് യഹൂദന്മാർ ഇദ്ദേഹത്തെ അംഗീകരിക്കാതിരുന്നതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, അന്നത്തെ കാലത്തുള്ളതായ ദേവനും യഹൂദന്മാരുടെ ദൈവം എന്ന് പറയുന്ന 2 വ്യക്തികളായിരുന്നു. ഒന്നത്. രണ്ടാമത് മുഹമ്മദ് പറഞ്ഞതായ അല്ലെങ്കിൽ അവതരിപ്പിച്ചതായ ഈ അള്ളാഹുവിനെ അവർക്ക് ഒരു രീതിയിലും അംഗീകരിക്കാനായിട്ട് പറ്റുക. അല്ല, ഞാൻ ചോദിച്ചതല്ല. അതായത് ഈ മോശ അത്ഭുതം കാണിച്ചതുപോലെ നീ ദൈവത്തിന്റെ പ്രവാചകനാണെങ്കിൽ മോശ അത്ഭുതം കാണിച്ച പോലെ, യേശു അത്ഭുതം കാണിച്ച പോലെ നീയും ഒരു അത്ഭുതം കാണിക്കാൻ ഈ മുഹമ്മദിനോട് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് മുഹമ്മദ് അതിനെ കുറിച്ച് പറഞ്ഞത്? എനിക്ക് അത്ഭുതം ചെയ്യാൻ പറ്റില്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെന്ന് മാത്രമല്ല, അള്ളാഹുയെ വെല്ലുവിളിച്ചതായ വ്യക്തികളെ എന്ത് ചെയ്യാണ്, ശാസിക്കും കൂടെ ചെയ്യുന്നുണ്ട് ഖുർആനിൽ. മുൻ പ്രവാചകന്മാര് എന്ത് ചെയ്തു? അത്ഭുതം ചെയ്തിട്ട് അവരൊന്നും വിശ്വസിച്ചില്ല. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അത്ഭുതം ചെയ്യാനായിട്ട് കഴിയാതിരിക്കുന്നത്. മുൻ വ്യക്തികള് അവരെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞ മുഹമ്മദ് അള്ളാഹു എന്ത് ചെയ്യാണ്? ഒഴിഞ്ഞു മാറുക. അള്ളാഹുവിന് ഒരു അത്ഭുതം ചെയ്യാനോ അള്ളാഹുവിന് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നൽകാനോ
ഒരു വിടുതൽ നൽകാനോ. ഇപ്പൊ യേശു കർത്താവ് പറഞ്ഞു നിന്റെ പാപം മോചിച്ചു തന്നു. ഓക്കെ, അതോടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ഈ മുഹമ്മദ് നബി പിന്നീട് ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ എന്താണ് ഇദ്ദേഹം ഇങ്ങനെ യുദ്ധം നടത്താനായിട്ടുള്ള കാരണങ്ങൾ? യുദ്ധം നടത്താനുള്ള ഒന്നാമത്തെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞ ഖുർആനെ രണ്ടായി പഠിക്കണം എന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ട്. 13 വർഷക്കാലം സമാധാനം സമാധാനം സമാധാനം. അവിടുന്ന് കയ്യിൽ എണ്ണാനുള്ള ആൾക്കാരെ മാത്രമേ കിട്ടിയുള്ളൂ. മുഹമ്മദിന് ഈ അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ ചെയ്യാത്തത് കൊണ്ട് ഈ അറബികളെ തന്നെ മുഹമ്മദിനെ ഓടിക്കുകയാണ്. ഓടിച്ചെത്തുന്നത് മദീനയിലാണ്. മദീന കാലഘട്ടം 10 വർഷം, ആകെ 23 വർഷക്കാലം. ഈ മദീനയിലെത്തിയിട്ട് മുഹമ്മദ് ഒരു കൊള്ളസംഘം രൂപീകരിക്കുകയാണ്. അവിടെ കൊള്ളയടിക്കുക, മനുഷ്യനെ കൊല്ലുക, കഴുത്തിൽ കത്തി വെച്ചിട്ട് പറയും ഇസ്ലാം മതം സ്വീകരിക്കുക, അല്ലെങ്കിൽ നീ മരിക്കണം. യുദ്ധം ചെയ്തതിന്റെ ഒന്നാമത്തെ കാരണം ഇസ്ലാം മതം. ഇപ്പൊ ജിഹാദ്, ഇസ്ലാമില് ജിഹാദിലൂടെയാണ് ഇസ്ലാം വളരുന്നത്. ഇപ്പൊ ക്രൈസ്തവ അന്ന് കൊള്ള അടിച്ചിട്ട് ആ കൊള്ള പങ്കിട്ടെടുക്കുകയായിരുന്നു. അത് ഒരു ഭാഗം കൊള്ള അടിക്കുന്നവർക്ക്, ഒരു ഭാഗം മുഹമ്മദിന്, ഒരു ഭാഗം അള്ളാഹുവിന്. അല്ല, ഈ കൊള്ള അടിക്കുന്ന കൂട്ടത്തിൽ സ്ത്രീകളെയും കൊള്ളടിക്കും. അപ്പൊ എന്റെ ഒരു ഉദാഹരണമാണ് ഖൈബർ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. ഖൈബറില് യഹൂദന്മാര് മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഖൈബർ എന്ന് പറഞ്ഞാൽ. ഖൈബറില് മുഹമ്മദ് രാത്രിയില് ഒരു വലിയൊരു സംഘമായിട്ട് അവിടെ പോയി യഹൂദന്മാര് അവർ ഉറങ്ങിക്കിടക്കുമ്പോ അവരുടെ ആൾക്കാരെല്ലാം വെട്ടിക്കൊന്ന് അവരുടെ സ്ഥലങ്ങളൊക്കെ തീ വെക്കുകയും സ്ത്രീകളെ, കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെല്ലാം പിടിച്ചു കൊണ്ടുവരികയും ചെയ്തു. അതിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നു സഫിയ എന്ന് പറഞ്ഞാൽ. സഫിയക്ക് വേറെ ആളാണ് എടുത്തത്. അപ്പൊ വേറെ ഒരുത്തം വന്നിട്ട് പറഞ്ഞു, ഇന്ന ആൾ നല്ലൊരു പെൺകുട്ടിയുണ്ട് കാണാൻ കൊള്ളാവുന്ന, അത് അദ്ദേഹത്തിന് പറ്റുകയില്ല, അത് പ്രവാചകനാണ് അത് യോഗ്യമായത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ പെൺകുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു. മുഹമ്മദ് അവളെയും കൊണ്ടുവന്നു. മുഹമ്മദ് യാത്രയിൽ അന്നത്തെ കാലത്ത് മുഹമ്മദ് ഒരു നിയമം കൊണ്ടുവന്നായിരുന്നു, ഹിദ്ദ എന്ന് പറഞ്ഞില്ല. ഹിദ്ദ എന്ന് പറഞ്ഞ 4 മാസം 10 ദിവസം. അവർക്ക് വിവാഹം കഴിച്ച അവൾക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു, വാപ്പയും ഉമ്മയൊക്കെ ഉള്ള സ്ത്രീയായിരുന്നു. അപ്പൊ മുഹമ്മദ് ഇത് അന്നക്ക് രാത്രി ഹിദ്ദ മുഹമ്മദിന് അത് ലൈംഗിക ആസക്തി വന്നു കഴിഞ്ഞപ്പോഴേ, അവളെ കണ്ടു വന്നു കഴിഞ്ഞപ്പോഴേ അന്നത്തെ രാത്രിക്ക് രാത്രി ഒരു കൂടാരം അടിച്ചു. കൂടാരം അടിച്ച് അവളുമായി ലൈംഗിക ബന്ധം. അല്ല, ഞാൻ ചോദിക്കുക, ലൈംഗികമായ ആസക്തി മുഹമ്മദിനുണ്ടായിരുന്നു. അല്ല, അത് ഒരു എന്തായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അതൊരു വൈശാചികമായിരുന്നു. അത് ചില വൈദ്യശാസ്ത്ര സാട്രിയാസിസ് എന്ന് പറഞ്ഞ ലൈംഗിക രോഗം മുഹമ്മദിനുണ്ടായിരുന്നു ചില വൈദ്യശാസ്ത്രം പറയുന്നു. കിസോഫ്രനിയ എന്ന് പറഞ്ഞ ഈ മറ്റേ മാനസിക രോഗം, അത് ഈ ഇവിടെ വന്നിട്ടാണ് കിട്ടിയത് മുഹമ്മദിന്. ഈറാ ഗുഹയിൽ ഈ മലക്ക് പിടിച്ച് ഞെക്കി വേദനിപ്പിച്ച് മുഹമ്മദ് പേടിച്ച് ആണ് മുഹമ്മദിന് ഈ രോഗങ്ങളൊക്കെ ഉണ്ടായത്. അത് മാത്രമല്ല, അവിടുന്ന് വന്നതിന് ശേഷം മുഹമ്മദ് പല പ്രാവശ്യം ഈ ഗുഹയിൽ ഇങ്ങനെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴേ, മനഃശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോ എന്തെങ്കിലും കണ്ട് ഭയപ്പെടുക, സാധാരണ സംഭവമാണല്ലോ അത്. ഒറ്റക്കൊക്കെ ഇരിക്കുമ്പോ നമ്മളിപ്പോ എവിടെയെങ്കിലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ, വീട്ടിലല്ല വേറെ എവിടെയെങ്കിലൊക്കെ കാട്ടിൽ മുക്കിലാണെങ്കിൽ ചെറിയൊരു ഭയമൊക്കെ ഉണ്ടാവും. ആ ഭയത്തിൽ നിന്നുണ്ടായതാണ് ഇതെല്ലാം എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അപ്പൊ 2 രീതിയില്, ഒന്ന് മുഹമ്മദിന് ഒരു ലൈംഗിക ആസക്തിയുടെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മുഹമ്മദിന് എന്ത് ചെയ്തത്, ഈ സ്ത്രീകളുമായിട്ടൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ആയിഷ ഒരിക്കൽ ചോദ്യം ചെയ്യുന്നുണ്ട്. മകള് വരുമ്പോൾ എന്തിനാണ് അവളുടെ മുലയിലും അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ എന്തിനാണ് ഉമ്മ വെക്കുകയൊക്കെ ചെയ്യുന്നത് എന്നൊരു ചോദ്യം. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇസ്ലാം മതം എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ പിന്തുണയ്ക്ക്, ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന എന്തുകൊണ്ടാണ്? ഒരു യാതൊരുവിധമായ മോറൽ വാല്യൂ ഇല്ലാത്ത, അല്ലെങ്കിൽ എടുത്തു പറയത്തക്ക യാതൊരു ഗുണങ്ങളും ഇല്ലാത്ത ഈ വ്യക്തിയെ എന്തുകൊണ്ടാണ് ഈ ആളുകളെല്ലാം പിന്തുടരുന്നത്? മുഹമ്മദിനെ അംഗീകരിക്കാത്ത മുസ്ലിങ്ങൾ ഉണ്ടോ ലോകത്തിൽ? മുഹമ്മദിനെ പിൻപറ്റാത്ത മുസ്ലിങ്ങൾ ഇല്ല വാസ്തവത്തില്. മുഹമ്മദിനാണ് മെയിനായിട്ട്, മുഹമ്മദാണല്ലോ പ്രവാചകൻ. അല്ല, ഇത് ഇത്രയും വലിയൊരു തെറ്റായിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ, അല്ല ഞാൻ ചോദിക്കുന്നത്, ഇതൊരു തെറ്റാണ്, ഇത്രയും വലിയ ഒരു തെറ്റാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇത്രയും അധികം ജനങ്ങൾ ഇദ്ദേഹത്തെ പിന്തുടരുന്നത്? എന്തുകൊണ്ടാണ് ഈ തെറ്റ് ഫോളോ ചെയ്യുന്നത്? ഇപ്പൊ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഏകദൈവ സിദ്ധാന്തമാണ്. ഏകദൈവം, ഏക ഭാര്യ, ഇപ്പൊ വേറെ വിവാഹം കഴിക്കാൻ പാടില്ല. കർത്താവ് തന്നെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു. എന്നാൽ ഇസ്ലാം പോയാൽ നിങ്ങൾക്ക് ഒരുമിച്ച് 4 എണ്ണം കെട്ടാം.
4 കെട്ടാം, അവിടെ ഡൈവോഴ്സ് ചെയ്യാം. ഇപ്പൊ 4 എന്ന് വിചാരിക്കുക. അത് കെട്ടാമെങ്കിലും നമ്മളിപ്പം ഇപ്പൊ ഏതെങ്കിലും ഒരു മുസ്ലാമിന്റെ വീട്ടിൽ ചെന്നാൽ 4 ഭാര്യമാരെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എവിടെയും കാണാൻ പറ്റും, മിക്കവാറും ആൾക്കാർക്കൊക്കെ ഉണ്ട്. ഈ ഇസ്ലാം വളരുന്നത് എങ്ങനെയാ? ക്രൈസ്തവ ഹൈന്ദവരെ സംബന്ധിച്ചോടത്തോളം ഞങ്ങളുടെ നാട്ടിലൊന്നുമില്ല. നിങ്ങളുടെ നാട്ടിലുണ്ടാകത്തില്ല, പക്ഷെ മിക്കവാറും ആൾക്കാർക്കും 2-3 കെട്ടാത്ത ആൾക്കാരില്ല. അല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരേ ഒരാളെ കണ്ടിട്ടുള്ളൂ. കാരണം ഞങ്ങളുടെ നാട്ടില് അവിടെ പലചരക്ക് നടത്തുന്ന ഒരു ഇക്ക ഉണ്ടായിരുന്നു. പുള്ളിക്കാരന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ആ 2 ഭാര്യമാരുള്ളപ്പോൾ തന്നെ ഇസ്ലാം മത വിശ്വാസികൾ പോലും അദ്ദേഹത്തോട് നീ എന്തിനാ എങ്ങനെ കല്യാണം കഴിക്കുന്നത് എന്ന ഒരു പരിഹാസ രൂപേണയായിരുന്നു പലരും സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലോ ഞങ്ങളുടെ പരിസരങ്ങളിലോ ഒന്നും ഇങ്ങനെ 2-4 കല്യാണം കഴിച്ചവരെ കണ്ടില്ല. ഈ ഭാഗത്തൊക്കെ അങ്ങനെ ഉണ്ടോ? ഉണ്ട്, എല്ലായിടത്തും. മലപ്പുറം ജില്ലയിൽ പോകണ്ട, അവിടെയല്ല മലപ്പുറം ജില്ലയില് ഇപ്പൊ കൂടുതലൊക്കെ ഉള്ളത്. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ 2-3-4 കെട്ടാത്തവരാരും ഉണ്ടാവില്ല. അതാണ് അവരുടെ ആ ചിന്ത എന്ന് പറയുന്നത്. ഖുർആനിൽ തന്നെ പറഞ്ഞ 4-3 1-2-3 വിവാഹം കഴിക്കാം. അഥവാ നിങ്ങൾക്ക് പണമില്ല കല്യാണം കഴിക്കാം എങ്കിൽ അടിമ സ്ത്രീകളെ ഭാര്യമാരെ പോലെ നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് ഖുർആനിൽ പറയുന്നു. അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാര്യ എന്നുള്ള സ്ഥാനത്ത് 2-3-4 ഭാര്യമാരിരുന്നുകൊണ്ട് എന്താണ് തെറ്റെന്താണ്? തെറ്റെന്താണ്? ദൈവം പറഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആദമിനെ സൃഷ്ടിച്ചിട്ട് ഒരു 3-4 ഭാര്യമാര് ഒരുമിച്ച് കൊടുത്തുവിടായിരുന്നു, 3-4 സ്ത്രീകളെ. അല്ല, ഞാൻ ചോദിക്കുന്നത് അതിൽ അലി ബ്രദർ കാണുന്ന ഒരു തെറ്റെന്താണ്? ഞാൻ തെറ്റെന്ന് പറഞ്ഞാൽ ദൈവം പറയാത്ത ഒരു കാര്യങ്ങൾ, ദൈവം ആലോചന പറയാത്ത ഒരു കാര്യങ്ങള് മനുഷ്യന്റേതായ രീതിയില് മനുഷ്യനുണ്ടാക്കേണ്ടതിന്റെ ആവശ്യമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മള് യാക്കോബിന് 4 ഭാര്യമാരുണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോ അതും തെറ്റാന്ന് പറയേണ്ടി വരില്ല? തെറ്റാണല്ലോ അത്. ദൈവം തെറ്റാണെന്ന് പറയുന്ന ഒരു കാര്യം. അബ്രഹാമിനും അനവധി ഭാര്യമാരുണ്ടായിരുന്നു. അത് തെറ്റാണ്. അല്ല, ഞാൻ ചോദിക്കും, യാക്കോബിനുണ്ടായിരുന്നു, ദാവീദിനുണ്ടായിരുന്നു, ശലോമോൻ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നു, ഒരു പുരുഷന് 4-5-10 ഭാര്യമാർ ഉള്ളത് കൊണ്ട് എന്താണ് അദ്ദേഹത്തിന് ആസ്തിയുണ്ട്, അദ്ദേഹത്തിന് പോറ്റി പുലർത്താൻ കഴിവുണ്ട്, 4-5-6 കല്യാണം കഴിക്കുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത്? തെറ്റെന്ന് പറഞ്ഞാൽ തെറ്റ് ദൈവം ചെയ്യാത്ത, ദൈവം പറയാത്ത, ദൈവം ചെയ്യാത്ത, ദൈവം ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരു കാര്യം മനുഷ്യൻ ചെയ്യുന്ന മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കും ജഡീക അഭിലാഷങ്ങൾക്കും വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദൈവ ആലോചന പ്രകാരമല്ല. ദാവീദിന് 4 കൊടുത്ത് ദൈവം പറഞ്ഞിട്ടില്ല. ഏക ഭാര്യ. എന്റെ ചോദ്യം, ഒരു 4 ഭാര്യമാരുണ്ടെങ്കിൽ അന്യ സ്ത്രീകളെ തേടി പോകുന്നതായിട്ടുള്ള ചിന്താഗതി കുറയല്ലേ എന്നാണ് എന്റെ ചോദ്യം. അതെങ്ങനെയാ പോകുന്നത്? ഈ 4 പിന്നെയും പോകുന്നില്ലേ ഇവര്? പിന്നെയും പോകുന്നു. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ല, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്ന ആരാ? കുട്ടികളെ പീഡിപ്പിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് അലി ബ്രദർ തന്നെ പറയേണ്ടി വരും. ആരാ? ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ മറ്റേ യൂട്യൂബിൽ അടിച്ചു കൊടുക്കുക, മദ്രസ ഉസ്താദ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പീഡിപ്പിക്കപ്പെടുന്ന 1000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. ഈ 3-4-5 പ്രായമുള്ള കുട്ടികളെ എനിക്ക് ചെറുപ്പം ഞാൻ മദ്രസ പോയപ്പോ എനിക്ക് ഓർക്കുന്നുണ്ട്. അല്ല, അത് അവരുടെ ചിന്താഗതി അനുസരിച്ച് ഒരു തെറ്റാണോ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നത്? അവരെ പീഡിക്കാൻ പ്രവാചകൻ ചെയ്ത മാതൃകയല്ലേ? അല്ല, പ്രവാചകൻ അങ്ങനെ കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടോ? 6 വയസ്സായ 55 വയസ്സുണ്ടായപ്പോൾ 6 വയസ്സ് തികയാത്ത കല്യാണം കഴിച്ചിട്ട് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ചോദ്യം, നമ്മുടെ ഈ നിയമങ്ങളൊക്കെ വരുന്നത് ഈ സ്വാതന്ത്ര്യ ദിനത്തിന് കാലഘട്ടങ്ങൾക്ക് ശേഷമാണ്. ഇപ്പം നമുക്ക് ഇത്ര വയസ്സുള്ള പെൺകുട്ടി വിവാഹം കഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ബന്ധങ്ങളെ പാടുള്ളൂ എന്നൊക്കെ. അപ്പം ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നയാൾ, അല്ലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന നിയമങ്ങളും ചട്ടങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് അവർ ചെയ്തതായിട്ടുള്ള ആ തെറ്റുകളെ, അല്ലെ തെറ്റെന്നല്ല, അന്ന് അവർ ചെയ്തിട്ടുള്ള ആ പ്രവർത്തികളെ ഇന്നത്തെ കാലത്ത് അത് തെറ്റാണെന്ന് എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ അന്നത്തെ കാലത്തെ നിയമവും അന്നത്തെ കാലത്തെ ആചാര രീതികളും അനുഷ്ഠാന രീതികളും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇത് മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ആ നിയമം ഇന്നത്തെ കാലത്ത് പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പക്ഷെ അവിടെയാണ് പറയാൻ പോകുന്നത്. ഇവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞത് അന്ത്യകാലത്തേക്കുള്ള മാതൃകയാണ്. ആരെ? മുഹമ്മദ് എന്ന് പറയാം. മറ്റുള്ള കാലത്തെ പോലെയല്ല. ഇപ്പൊ മറ്റുള്ള ഒരാൾ ചെയ്തു, അത് അദ്ദേഹം അങ്ങനെ അറിയായ്മ കൊണ്ട് അങ്ങനെ ചെയ്തു. ഓരോ കാലഘട്ടങ്ങളിലും ഇപ്പൊ നമുക്കൊരു നിയമമില്ലാതെ നമുക്ക് ഈ ലോകത്ത് ഇപ്പൊ ഇന്ത്യക്ക് തന്നെ ഒരു നിയമമുണ്ട്, അല്ലെ? ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല, കാര്യം ചെയ്യണം എന്നുള്ളൊരു നിയമം ഇന്ത്യക്ക് തന്നെ അത് അംബേദ്കർ എഴുതി വെച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. അത് തെറ്റിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, തെറ്റിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ശിക്ഷ. അപ്പൊ അതുപോലെ തന്നെ ദൈവം
ഒരു നിയമം കൊണ്ടുവന്നാണ്, അതാണ് 10 കൽപ്പന എന്ന് പറയും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. എന്റെ കാര്യം ചെയ്യണം, ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല. അത് ലംഘിക്കുന്നതാണ് വാസ്തവത്തിൽ പാപം എന്ന് പറയുന്നത്. അല്ല ബ്രദറെ, ഞാൻ ചോദിക്കുന്ന അത് ലംഘിക്കുന്ന പാപം എന്ന് പറയുന്ന യഹൂദനും ക്രിസ്ത്യാനികൾക്കുമാണ്. പക്ഷേ നമ്മൾ ഒരു ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം അവർ എഴുതിയതായിട്ടുള്ള നിയമങ്ങളുണ്ടല്ലോ, അവരുടെ ചിന്താഗതികൾ തെറ്റല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ള രീതിയിൽ മനസാക്ഷി അനുസരിച്ച്, മനസാക്ഷി ഉണ്ടല്ലോ മനുഷ്യന്, മനസാക്ഷി ആയിട്ടാണല്ലോ മറ്റുള്ളവര്. ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് ഒരു കൽപ്പനയുണ്ട്, ക്രിസ്ത്യാനികൾക്കും അതുപോലെ യഹൂദന്മാർക്കും. അപ്പൊ ഇവര് പറയുന്ന എന്താ കാര്യങ്ങൾ എന്താ, അതിന് നേരെ സർവശക്തനായ ദൈവം കൊടുത്ത ഈ നിയമത്തിന് എതിരായിട്ട് ഒരു നിയമം കൊണ്ടുവരിക. മനസ്സിലായോ? ഒരു നിയമം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് ഒരു രീതിയിലും അംഗീകരിക്കാനായിട്ട് പറ്റില്ല. എനിക്കിപ്പോ ഒരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കാം, ഒരു 5 വയസ്സ് 6 വയസ്സുള്ള ഒരു കുട്ടിക്ക് 55 വയസ്സായ ഒരു ചെറുക്കനെ അവിടെ ഞങ്ങൾക്ക് കെട്ടിച്ചു കൊടുക്കുക. ഞാൻ എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. മാനസികമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ പോലും നമുക്കത് അംഗീകരിക്കാനായിട്ട് പറ്റാത്ത ഒരു കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഈ ഇസ്ലാമില് ഈ സ്ത്രീകൾക്ക് ഈ പർദ്ദ ധരിക്കണം എന്നുള്ള ഒരു നിയമം വന്നതിന്റെ കാരണം എന്താണ്? പർദ്ദ ധരിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം 55 വയസ്സ് വരെ ഇരുന്ന കാലത്ത് മുഹമ്മദിന് 15, 14, 13, 12 വയസ്സായ ഭാര്യമാരൊക്കെയായിരുന്നു. അപ്പൊ മുഹമ്മദിന്റെ വീട്ടിൽ വരുമ്പോ ഇവരിങ്ങനെ എന്ത് ചെയ്യുന്നതായിരുന്നു, ഇവരെല്ലാം പഞ്ചാര എടുക്കുമായിരുന്നു ഈ ചെറുപ്പക്കാരായ കുട്ടികൾ. കാരണം മുഹമ്മദിന് അത്രയും പ്രായമുള്ള മുഹമ്മദിന് ഈ 10, 60, 70 സ്ത്രീകളുമായിട്ടൊന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ ഈ കാണാൻ കൊള്ളാവുന്ന 13, 14 വയസ്സുള്ള പെൺകുട്ടികൾ ഇവിടെ വരുന്ന ആൾക്കാർ ഇവിടെ എന്ത് ചെയ്യുന്നറിയാമോ, പഞ്ചാര അടിക്കുമായിരുന്നു, ലൈൻ അടിക്കുമായിരുന്നു. ലൈൻ അടിക്കാനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോ മുഹമ്മദ് ഒരു നിയമം കൊണ്ടുവരാം. മുഹമ്മദ് എല്ലാ വാസ്തവത്തിൽ കൊണ്ടുവന്ന നിയമം, അഫ്സ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്, അവള് തൂറാനായിട്ട് പോയപ്പോ ഉമ്മർ എന്ന് പറഞ്ഞ ആള് ഖലീഫ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം, ആളെ തിരിച്ചറിയാതിരിക്കാനായിട്ട്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് കക്കൂസ് ഉണ്ടല്ലോ, അന്നത്തെ കാലത്ത് വെളിയും പ്രദേശത്തൊക്കെ ആയിരുന്നത്. അതിനെ കക്കൂസിലോട്ട് പോയപ്പോ അഫ്സ ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മുഹമ്മദ് എന്ത് ചെയ്യണം, ഉമ്മർ പറഞ്ഞു ഇങ്ങനെ സ്ത്രീകൾക്ക് പരുത ഉണ്ടാകണം. അതായത് സ്ത്രീകളെ തിരിച്ചറിയാൻ പാടില്ല, അതിന് പരുത ഇടണം. അല്ലാതെ മറ്റു റോട്ടിലോട്ട് പോകുമ്പോൾ ഇടുന്ന ഒരു നിയമം അല്ലായിരുന്നു അത്. അപ്പിക്കുപ്പായ എന്നാണ് അതിന്റെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. അപ്പിടാനായിട്ട് പോകുമ്പോ ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോകണം, ആളെ തിരിച്ചറിയാതിരിക്കാനായിട്ട്. അങ്ങനെയാണ് പിന്നീട് എന്ത് ചെയ്തു, മുഹമ്മദിനെ അള്ളാഹുവിനെ കൊണ്ട് ഈ നിയമം കൊണ്ടുവന്ന് അപ്പിക്കുപ്പായ ഇടണം. പുറത്തൊക്കെ പോകുമ്പോ എല്ലാം എന്ത് ചെയ്യണം. അതായത് മുഹമ്മദ് നബിക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാർദ്ധക്യ കാലമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെല്ലാം വരുന്ന ആളുകൾ കയ്യും കാലും കാണിക്കാൻ തുടങ്ങി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ചെയ്തതാണ് ഈ അപ്പിക്കുപ്പായ. പക്ഷെ ഞാൻ ചില ഇതിൽ നിന്ന് കേട്ടത് മുഹമ്മദ് നബിയുടെ ഭാര്യമാരെ തിരിച്ചറിയാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വസ്ത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കില്ല. ഞാൻ കേട്ടത് തെറ്റാണ്. സൂറത്തുൽ അഹ്സാബ് വായിച്ചാൽ തന്നെ അറിയാം. സൂറത്തുൽ അഹ്സാബ് എന്ന് പറയുമ്പോൾ 33-ാം അധ്യായമുണ്ട്. അതിനകത്ത് വായിച്ചാൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അതറിയാം. പിന്നെ അതിന്റെ തഫ്സീറുകളും അതുപോലെ തന്നെ ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് നിലവിൽ വന്നതെന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് ഇന്നത്തെ ഈ മോഡേൺ രീതികൾ എന്ന് വെച്ചാൽ ഇപ്പൊ പെൺകുട്ടികളൊക്കെ ശരീരമൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നത്, അർദ്ധനഗ്നരായിട്ടൊക്കെ നടക്കുന്നവരുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ ഒരു പർദ്ദ ധരിക്കുന്നത് കൊണ്ട് ഒരു സ്ത്രീകൾക്ക് അല്പം സുരക്ഷയില്ലേ? അതോടൊപ്പം തന്നെ പിന്നെ ഒരാളുടെ ഭാര്യയുടെ നഗ്നത മറ്റുള്ളവർ കാണാതിരിക്കട്ടെ, എൻ്റെ ഭാര്യയുടെ നഗ്നത ഞാൻ കണ്ടാൽ മതി എന്നുള്ള ഒരു നല്ലൊരു ആശയം വേണമെങ്കിൽ എൻ്റെ അകത്ത് എടുക്കാൻ മേലെ. ആശയങ്ങൾ വേണമെങ്കിൽ യഹൂദന്മാർക്ക് ഒരു നിയമം ഉണ്ടായിരുന്നല്ലോ, വസ്ത്രം. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഇപ്പൊ ഒരാളുടെ ഭാര്യ, അത് കല്യാണം എല്ലാം കഴിച്ചു, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു അരമുറി വസ്ത്രമൊക്കെ ധരിച്ച് കയ്യും കാലും ശരീരവും എല്ലാം കാണിച്ചുകൊണ്ട് നടക്കുന്നേക്കാളും നല്ലത് ഒരു മാന്യമായ വേഷം ഇടുന്നിട്ട്, അല്ല മാന്യമായ വേഷമായിട്ട് വേണമെങ്കിൽ ഈ പർദ്ദയെ നമുക്ക് മാന്യമായ വേഷമായിട്ട് പരുത. അങ്ങനെയാണെങ്കിൽ എല്ലാവരും അങ്ങനെ ധരിക്കണ്ടേ? അങ്ങനെ ധരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് വന്നതിന്റെ ചരിത്രം കൂടെ പഠിക്കുമ്പോ നമ്മളാണിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് അങ്ങനെ ആ രീതിയിലാണ് വന്നതെങ്കിൽ നമുക്കത് അംഗീകരിക്കാം.
അല്ല ഞാൻ പക്ഷെ എനിക്ക് സ്വാതന്ത്ര്യമില്ല. എനിക്ക് വസ്ത്രം ഇടാനായിട്ട് മാന്യമായ ഒരു വസ്ത്രം ഇടുക എന്ന് പറഞ്ഞ കയ്യും കാലും മുഖമൊക്കെ മറച്ച് അതെല്ലാം ഒഴിച്ച് ഇതെല്ലാം എടുക്കാനായിട്ടുള്ള ഒരു, അങ്ങനെയാണെങ്കിൽ ദൈവത്തിനെ മനുഷ്യൻ അതുപോലെ അങ്ങ് സൃഷ്ടിച്ചാൽ മതി. സ്ത്രീകളെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ അതേ രീതിയിൽ തന്നെ അങ്ങ് സൃഷ്ടിച്ചാൽ പോരെ. പിന്നെ ഈ പ്രശ്നത്തിൽ ഞാൻ ചോദിക്കുന്ന ഇപ്പോഴത്തെ ഈ വസ്ത്രധാരണ രീതി വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഈ മുസ്ലിം സഹോദരിമാര് ധരിക്കുന്ന വസ്ത്രം, ഈ പർദ്ദ ധരിക്കുന്നത് ഒരു മാന്യതയുടെ ഒരു വേഷമായിട്ട് വേണേൽ നമുക്ക് അതിനൊരു അർത്ഥം കൊടുക്കാൻ മേലെ. എല്ലാം കുറ്റങ്ങൾ മാത്രം കാണാതെ അതിനെ ഒരു നല്ല വശമായിട്ട് വേണേൽ ചിന്തിക്കത്തില്ലേ? അതിനെ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനെ കുറിച്ച് വളരെ വ്യക്തമായി അംഗീകരിക്കാനായിട്ട്. കാരണം ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ കണ്ടു കാണുന്ന അറിയത്തില്ല, ഈ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥ ഏതൊരു മനുഷ്യനും അല്ലാതെ അടിമത്വമായിട്ടാണ്. അടിമത്തം തന്നെയാണത്. ഞാൻ ചോദിക്കുന്ന അലി ബ്രദർ ഇത്രയും നാള് മുസ്ലിം ആയിട്ട് ജീവിച്ചു, 38 വർഷം മുമ്പ് ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് വന്നു. അലി ബ്രദറിന്റെ ജീവിതത്തിൽ നോക്കുമ്പോ ഈ മുസ്ലിം വനിതകളെല്ലാം അടിമകളായിട്ടാണ് ജീവിക്കുന്നത് എന്ന് വീടുകളിൽ അങ്ങനെ പറയാൻ സാധിക്കുമോ? സാധിക്കും. അടിമകളായിട്ട് തന്നെയാണ് അവര്. അല്ല എന്റെ ഒരു ചോദ്യം, ഞാൻ ചോദിക്കുന്ന ഒരു സ്ത്രീയെ നമുക്ക് ഒരു പരിധി കൂടുതൽ അടിമയാക്കി വെക്കാൻ സാധിക്കുമോ? അടിമയായിട്ട് വെക്കാം. അതാണല്ലോ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല സ്ത്രീകൾക്ക്. ഞാനിപ്പോ അടുത്ത ദിവസം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ത്രീ ഇസ്ലാമിൽ. ആ ഒരു പുസ്തകം അതൊന്നും നോക്കട്ടെ. അത് അതിന്റെ അപ്പുറത്ത് അതിന്റെ താഴെ അതന്നെ. ഈ ഒരു പുസ്തകം സ്ത്രീയും ലൈംഗികതയും ക്രൈസ്തവ ഇസ്ലാം മതങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് അടുത്ത കാലത്തായിട്ട് ഞാൻ പബ്ലിഷ് ചെയ്തത്. ഇതിനകത്ത് ഒരു സ്ത്രീയെ കുറിച്ച് വളരെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഭർത്താവ് മരിച്ചാൽ എന്ത് ചെയ്യും? സ്ത്രീ കരയും ഉറപ്പായിട്ട്. കാരണം എന്റെ ഭർത്താവ്, എന്റെ കൊച്ചുങ്ങളെ പാപ്പ ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ കരയും. അപ്പൊ ഉറപ്പായിട്ട് ഏതൊരു സ്ത്രീ ആണെങ്കിലും കരയും. അത് ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യാനിയാണോ ഒന്നുമില്ല. മനുഷ്യനായിട്ട് എന്റെ ഭർത്താവ് മരിച്ചു കിടക്കുന്നു, അവൾ എന്റെ തുടർന്നുള്ള ജീവിതത്തെ കുറിച്ചും എന്റെ ഭർത്താവിന്റെ കുറിച്ചും ചിന്തയിലൊക്കെ അവൾ എന്ത് ചെയ്തിരിക്കും? കരഞ്ഞിരിക്കും. അതുപോലെ ഒരു സഹാബി മരിച്ചു. സഹാബി മരിച്ചു കഴിഞ്ഞപ്പോ ഇവള് മുഹമ്മദ് പറഞ്ഞു ഇവളോട് കരരുതെന്ന് പറഞ്ഞു. പക്ഷെ ഭർത്താവല്ലേ മരിച്ചു കിടക്കുന്നേ, ഇവള് കരയാൻ തുടങ്ങി. 1-2 പ്രാവശ്യം മുഹമ്മദ് പറഞ്ഞ് കരയരുതെന്ന്. ഇവള് കരച്ചില് മാറ്റുന്നില്ല. ലാസ്റ്റ് മുഹമ്മദ് പറഞ്ഞ അവളെ വായിൽ മണ്ണ് വാരിയിടാനായിട്ട്. അപ്പൊ ഒരു മനുഷ്യന് പറയാൻ പറ്റും, അതും ഒരു പ്രവാചകന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ അത്? ഭർത്താവ് മരിച്ച സ്ത്രീയുടെ വായിൽ മണ്ണ് വാരിയിടണമെന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു ദൈവികമായ ഒരു മനുഷ്യനാണോ? ദൈവികമായിട്ട് അദ്ദേഹത്തിനെ ചിന്തിക്കാൻ പറ്റും? അതുപോലെ ഒരു വിഷയം നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ലാസറിന്റെ മരണം. 2 സഹോദരന്മാര് കരഞ്ഞ്, സഹോദരന്മാര് മാത്രം യഹൂദന്മാരും കൂടെ കരയായിരുന്നു. കർത്താവ് 4 ദിവസം കഴിഞ്ഞ അവിടെ എത്തിയെന്ന് പറഞ്ഞു. അവരുടെ കരച്ചിൽ കണ്ടപ്പോൾ കർത്താവും കൂടെ കരഞ്ഞു. കർത്താവിന് ചോദിക്കുക എവിടെ വെച്ചു എന്ന് ചോദിച്ചു. കർത്താവെ നാറ്റം വെച്ചില്ലെന്ന്. കല്ല് ഉരുട്ടി മാറ്റാൻ പറഞ്ഞു കർത്താവ്. ഉരുട്ടി മാറ്റിയപ്പോൾ കർത്താവ് പറഞ്ഞു ലാസറേ പുറത്തു വരിക. അപ്പൊ അവരോട് കൂടെ കർത്താവ് എന്ത് ചെയ്യായിരുന്നു? കരഞ്ഞു എന്നാണോ വായിക്കുന്നത്? അവരോട് കൂടെ കരഞ്ഞു, അവരെ ആശ്വസിപ്പിക്കാനായിട്ട്. പക്ഷെ മുഹമ്മദ് എന്താ പറഞ്ഞത്? സ്ത്രീ, അവൾ ഭർത്താവ് കരഞ്ഞ സ്ത്രീയുടെ വായിൽ മണ്ണ് വാരിയിടാനായിട്ട് പറഞ്ഞ അദ്ദേഹത്തെ എങ്ങനെയാണ് സുഹൃത്തെ ഒരു പ്രവാചകനായി, ഒരു ദൈവിക മനുഷ്യനായിട്ട് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നത്? ഓക്കെ, ഞാൻ ചോദിച്ചതല്ല. ഇപ്പം ബ്രദർ ഒരു മുസ്ലിമായി ജീവിച്ച സാഹചര്യത്തിൽ വീട്ടിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വീടിനകത്ത് ഈ സ്ത്രീകൾക്ക് വേണ്ട രീതിയിൽ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വല്ലതും ഉണ്ടോ? സ്ത്രീകളെ സംബന്ധിച്ച് ഒരു അടിമയാണ് ഒരു പുരുഷൻ. ഒരു നായ്ക്കൾ പോലും വിലയില്ലാത്ത ഒരു ഭാഗം. ഈ സുന്നത്ത് എന്ന് പറയുന്നത് ഈ പരിച്ഛേദന, അഗ്രചർമ്മം എന്നൊക്കെ പറഞ്ഞു, ഇത് പുരുഷന്മാർക്ക് മാത്രമാണോ ഉള്ളത് അതോ സ്ത്രീകൾക്കും? ചില രാജ്യങ്ങളിൽ സ്ത്രീകൾക്കും അത് നൽകുന്നു. അല്ല, അത് അങ്ങനെ പിന്നെ ഗ്രന്ഥത്തിൽ അങ്ങനെ പറയുന്നുണ്ടോ? ഗ്രന്ഥത്തില് വ്യക്തമായിട്ട് ആ ഭാഗത്തിലെങ്കിലും മറ്റേ പുരുഷന്മാർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഹദീസുകളില്. പക്ഷേ അത് ഇതിൽ പറഞ്ഞതുപോലെയുള്ള ഒരു രീതിയല്ല, മനസ്സിലായ? എന്നാൽ പല രാജ്യങ്ങളിലും സ്ത്രീകൾക്കും ഇതുപോലെ പരിച്ഛേദന നൽകുന്നതായിട്ട് പല ഭാഗങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, കൊടുക്കുന്നതായിട്ട്.
അതൊരു ദൈവികമാണെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. അബ്രഹാമിലൂടെ അത് വന്നു, കുറച്ചു കാലത്തേക്ക് മാത്രം. പ്രത്യേക വേർതിരിക്കാനായിട്ട്. പിന്നീട് അത് നിർത്തലാക്കിയതായിട്ട് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാനായിട്ട്. ഓക്കെ, അപ്പൊ ബൈബിളും ഖുറാനും തമ്മിൽ താരതമ്യം ചെയ്യും. അപ്പൊ ഇനി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. അപ്പൊ ഈ മുഹമ്മദ് നബിയുടെ മരണം എങ്ങനെയായിരുന്നു? മുഹമ്മദിന്റെ മരണത്തെ കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം, ഒരു യഹൂദ സ്ത്രീ മുഹമ്മദിന് വിഷം കൊടുത്തു, മുഹമ്മദ് മരിച്ചില്ല, 4 വർഷക്കാലം രോഗിയായി കിടന്നു എന്നാണ് പറയുന്നുണ്ട്. അത് ഹദീസില് ഇവര് തമ്മിൽ ഈ സിഹാക്കളും സുന്നികളും തമ്മിലുള്ള ഒരു അഭിപ്രായത്തിൽ അങ്ങനെ അവരെ വിശ്വസിക്കുന്നു, കൊടുത്തു എന്നുള്ളത്. അതിന് ചരിത്ര തെളിവുണ്ട്. രണ്ടാമത്തത്, 2 ഭാര്യമാരും അവരുടെ വാപ്പമാരും ഹഫ്സയും ആയിഷയും ചേർന്ന് മുഹമ്മദിന്റെ കാലശേഷം പിൻഗാമിയായിട്ട് അലിയെ നിശ്ചയിക്കാനായിട്ട് തീരുമാനമെടുത്തു. അലി വന്നു കഴിഞ്ഞാൽ അവരെ 4 കൊല്ലും എന്നുള്ള കാര്യം ഇവർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഇവര് 2 പേരും കൂടെ ചേർന്ന് 2 ഭാര്യമാരും ആ ഭാര്യമാരുടെ വാപ്പമാരും കൂടെ ചേർന്ന് വിഷം കൊടുത്ത് കൊന്നു. കൊന്നതിന് ശേഷം ആണ് 4 ദിവസം കഴിഞ്ഞെന്നും 3 ദിവസം കഴിഞ്ഞെന്നും പറയുന്നു. അപ്പോഴേക്കും നാറിയിരുന്നു. 3 ദിവസമൊക്കെ ജഡം ഒരുപോലെ ഇരിക്കുക എന്ന് പറയാൻ. അങ്ങനെ എന്ത് ചെയ്തു, മുഹമ്മദ് കിടന്നിടത്ത് തന്നെ ഒരു കുഴി കുഴിച്ച് അവിടെ അങ്ങോട്ട് തട്ടി അവിടെ മറവ് ചെയ്തു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. അപ്പോ ആദ്യം യഹൂദ സ്ത്രീ ഈ വിഷം കൊടുക്ക് കൊല്ലാനുള്ള കാരണം എന്താ? മുഹമ്മദിന്റെ പിൻഗാമിയായിട്ട് അലിയെ നിയമിച്ചു. അലി എന്ന് പറഞ്ഞ മോളുടെ ഭർത്താവാണ്. മുഹമ്മദിന്റെ പിൻഗാമിയായിട്ട് അലി വരട്ടെ, അലി ഇരിക്കണം. അലി ഇരുന്ന് കഴിഞ്ഞാൽ ഇവരെ 4 പേരും കൊല്ലും. അത് കൊല്ലാതിരിക്കാനായിട്ട് മുഹമ്മദ് ഇത് പറയുന്നതിന് മുമ്പായിട്ട് മുഹമ്മദ് നബി വിഷം കൊടുത്തു എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യമാര് തന്നെയാണ് അല്ലേ? അതെ അതെ. 2 പേര് വിഷം കൊടുത്തു. ആദ്യം വിഷം കൊടുത്തത് മരിച്ചില്ല. 4 പേര് വിഷം കൊടുത്തു, അത് മരിച്ചില്ല. 4 കൊല്ലത്തോളം മുഹമ്മദ് രോഗിയായി കിടന്നു. അതിനുശേഷം പിന്നീട് ഒരു യഹൂദ സ്ത്രീയിൽ നിന്ന് വിഷം ഏറ്റു മരിച്ചു എന്ന് പറയുന്ന നാണക്കേടല്ലേ, അതിനാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇത് പറയുന്നത്, ചരിത്രം പറയുന്നത്. ആദ്യം ഒരു യഹൂദ സ്ത്രീ വിഷം കൊടുത്തു, അതിനുശേഷം അത് മരിച്ചില്ല. 4 കൊല്ലം വരെ മുഹമ്മദ് രോഗിയായി കിടന്നു. 4 കൊല്ലം രോഗിയായി കിടന്നിട്ടാണ് മരിക്കുന്നത് അല്ലേ? അതിനുശേഷമാണ് പിന്നീട് ഭാര്യമാര് വിഷം കൊടുത്തു എന്ന് പറയുന്നു. ഹദീസുകളിൽ തന്നെ അത് പറയുന്നുണ്ട്. ഭാര്യമാര് വിഷം കൊടുത്തു, പിന്നീടാണ് മുഹമ്മദ് മരിച്ചത്. അങ്ങനെ പിന്നീട് അപ്പൊ നല്ലൊരു ശവസംസ്കാരം പോലും കിട്ടിയില്ല. ഇതൊന്നും അള്ളാഹുവിന് സാധിച്ചില്ല. മുഹമ്മദിനെ വിഷം കൊടുത്ത് കൊല്ലുന്നതിൽ നിന്ന് പോലും അള്ളാഹുവിന് മുഹമ്മദിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു അത് മനസ്സിലാക്കിയില്ല. അള്ളാഹുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു സർവശക്തനായ ദൈവമെങ്കിൽ തൻ്റെ പ്രവാചകനെ ഇങ്ങനെ വിഷം കൊടുത്ത് കൊല്ലുന്ന അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാനോ ഒന്നും കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു ദൈവമല്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പൊ പിന്നീട് അലി ബ്രദർ ഈ ബൈബിള് ഖുറാനും തമ്മിൽ താരതമ്യം ചെയ്ത് പഠിച്ചപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താനായിട്ട് സാധിച്ചത്? ഒന്ന്, ബൈബിളിൽ നിന്നുള്ള കോപ്പിയടിയാണ് ഖുറാൻ എന്നുള്ളത് മനസ്സിലായി അല്ലേ, പൂർണ്ണമായിട്ടും. അല്ലാതെ ഇത് മുഹമ്മദ് എഴുതിയ അല്ലെങ്കിൽ മലക്ക് പ്രത്യക്ഷപ്പെട്ട് കൊടുത്തതാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് കൊടുത്തതാണെങ്കിൽ മറ്റൊരുത്തിന്റെ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ ഇതിന്റെ അകത്തേക്ക് വരും? അല്ല, അങ്ങനെ കൊടുത്തതെന്ന് പറഞ്ഞത് ഇത് കോപ്പി അടിച്ചു എന്നുള്ളത് ഒന്നാമത് ശരിയാണ്. രണ്ടാമത്തത് ഖുർആൻ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അടുക്കും ചിട്ടയില്ല. മനസ്സിലായോ? ഇപ്പൊ നമ്മളൊരു സാധാരണ ഒരു മനുഷ്യന് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അടുക്കും ചിട്ടയുണ്ടാവില്ല. അപ്പൊ ബൈബിള് തന്നെ തുടങ്ങുന്നത് ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാ അല്ലേ? അത് കഴിഞ്ഞ് എന്തൊക്കെയാണ് സൃഷ്ടിച്ചത് ഇങ്ങനെ സിസ്റ്റമാറ്റിക്കലായിട്ട് 1, 2, 3 അധ്യായം മനുഷ്യനെ സൃഷ്ടിച്ചു. അതിനുശേഷം ഇങ്ങനെ ആദാമിന്റെ കാര്യങ്ങൾ, ചരിത്രങ്ങൾ, അതും കഴിഞ്ഞ് ഓരോ വ്യക്തികളുടെ ചരിത്രങ്ങൾ, ഇങ്ങനെ അബ്രഹാമിന്റെ ചരിത്രത്തിലേക്ക് കഴിഞ്ഞാണ് പിന്നെ മക്കളുടെ പോകുന്നത്. അത് സിസ്റ്റമാറ്റിക്കലായിട്ടുണ്ട് നമുക്ക്. എന്നാൽ ഈറാ ഗുഹയിൽ ആദ്യമായിട്ട് ഈ ദൈവദൂതൻ എന്ന് പറയുന്ന വ്യക്തി പ്രത്യക്ഷപ്പെട്ടത് വരുന്നത് 96 അധ്യായത്തിലാണ്.
ഇതിലായി 1-ാം അധ്യായത്തിലല്ല, 1-ാം അധ്യായത്തിലാണ് വരേണ്ടത് ആദ്യം അത്. പക്ഷെ ഇത് വരുന്ന എവിടെയാ? 96-ാം അധ്യായത്തിൽ ഇക്റഹ് ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞ ഈ ആയത്ത് വരുന്നത് 96-ാം അധ്യായത്തിലാണ്. മനസ്സിലായോ? അത് ഖുർആൻ എന്ന് വായിച്ചൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അത് അടുക്കുമില്ല, ചിട്ടയില്ലാത്ത ഒരു ഇപ്പൊ പുതിയ നിയമത്തിലേക്ക് വരിക. യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം 4 സുവിശേഷങ്ങളിലായിട്ട് കാണുന്നുണ്ട്. അത് അടുക്കും ചിട്ടയുമായിട്ട് കർത്താവ് എൻ്റെ ജീവിതം, ചരിത്രങ്ങൾ ഓരോന്നായിട്ട് അത്ഭുതങ്ങൾ ചെയ്ത് അടയാളങ്ങളൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് അടുക്കും ചിട്ടയോടുകൂടി അത് വായിച്ചാൽ തന്നെ അത് എന്ത് ചെയ്യുന്നറിയാം, ഒരിക്കലും വായിച്ചു കഴിഞ്ഞാൽ തന്നെ വീണ്ടും വായിക്കാനായിട്ട് തോന്നും. അത് പുതിയ നിയമത്തിലൊക്കെ വായിക്കുമ്പോൾ. എന്നാൽ ഒരിക്കലും വായിച്ച ഈ ഖുർആൻ മറ്റ് രണ്ടാമത്തെ ഒരു പ്രാവശ്യം വായിക്കാൻ പോലും മനുഷ്യൻ എന്ത് ചെയ്യുക തോന്നത്തില്ല. കാരണം അടുക്കും ചിട്ടയുമില്ലാത്ത ഒരു പ്രത്യേകമായ ഒരു ഗ്രന്ഥം. അതാണ് എനിക്ക് ആദ്യമായിട്ട് ഈ ഖുർആനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ഇത് അറബിയിൽ എഴുതിയിരിക്കുന്നു എന്ന് പറയാം. അറബി അല്ലാതെ അള്ളാഹുവിന് വേറൊരു ഭാഷ അറിയത്തില്ല എന്നുള്ളത്. ദൈവമാണെങ്കിൽ എല്ലാ ഭാഷയും അറിയണ്ടേ. ഇത് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പാടില്ല, മറ്റു ആളിത് ഇങ്ങനെ പഠിക്കാൻ പാടില്ല, വേറൊരു മനുഷ്യനും മുസ്ലിം അല്ലാതെ ഈ ഖുർആൻ എടുക്കാൻ പാടില്ല, തൊടാൻ പാടില്ല. പിന്നെ ദൈവത്തിന്റെ വചനം എല്ലാ മനുഷ്യനും തൊടുകയോ വായിക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഇതൊന്നും ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയുന്നത് അത് തന്നെ തെറ്റായ ഒരു പഠിപ്പിക്കലാണ് എന്ന് എനിക്കാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. അതാണ് അടുക്കും ചിട്ടയില്ലാത്ത, വായിച്ചാൽ പോലും മനസ്സിലാകാത്ത. അത് ഖുർആൻ മനസ്സിലാകണമെങ്കിൽ ഹദീസ് വേണം, അതുപോലെ മാത്രം പോരാ, പണ്ഡിതന്മാരുടെ തഫ്സീർ വേണം, അതുമില്ലാത്തത് ചില സീറകളൊക്കെ വേണം. അങ്ങനെയൊക്കെ ഒരു പ്രത്യേകമായ രീതിയാണ് വാസ്തവത്തിൽ എനിക്ക് ഖുർആൻ വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഖുർആൻ വായിച്ച് മനുഷ്യനെ രക്ഷിക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം അതിനകത്തില്ല. രക്ഷ, ഇതിലായോ? മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം. മനുഷ്യന് ഏറ്റവും വലിയതെന്ന് പറഞ്ഞത് പാപപരിഹാരമാണ്. രക്ഷ, ആത്മരക്ഷ. രക്ഷ 2 രീതിയിലുണ്ട്. ശാരീരിക രക്ഷയുണ്ട്, ആത്മരക്ഷയുണ്ട്. ഏറ്റവും വലിയതെന്ന് പറയുന്നത് ആത്മരക്ഷയാണ്. ഈ ആത്മരക്ഷയെക്കുറിച്ച് മുഹമ്മദ് നബിക്ക് പോലും ഉറപ്പില്ലായിരുന്നു. ആ രക്ഷയെക്കുറിച്ച് സ്വർഗത്തിൽ പോവുക നരകത്തിൽ പോവുക, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ബൈബിള് രേഖപ്പെടുത്തിയതായിട്ട് എനിക്ക് കാണാനൊക്കെ സാധിച്ചു. രക്ഷ എങ്ങനെയാണ് കിട്ടുക? ഒരു വ്യക്തിക്ക് ആവശ്യമായൊരു കാര്യം രക്ഷ എന്ന് പറയുന്നത്. രക്ഷ ഒരു വ്യക്തിക്ക് ലഭിക്കുമ്പോൾ അത് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനായിട്ട് കഴിയുന്നുള്ളതാണ്. എനിക്കത് കഴിഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മരിച്ചു. ഞാൻ എൻ്റെ തെറ്റുകൾ, എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചപ്പോഴേ ഒരു പുതിയൊരു മനുഷ്യനായിട്ട് തീരുന്ന കാര്യം എനിക്ക് അനുഭവിച്ച് അറിയാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. പഴയ മനുഷ്യനിൽ നിന്നൊരു പുതിയ മനുഷ്യനായി മാറി ഞാൻ. സമാധാനം കിട്ടി, സന്തോഷം കിട്ടി. എന്നാൽ മുഹമ്മദിന് സമാധാനം ഇല്ലായിരുന്നു. സാധാരണ ഓരോ മുസ്ലിം 5 പ്രാവശ്യം നിസ്കരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലന്നബിയ്യ അയ്യുഹല്ലദീന ആമനൂ. മുഹമ്മദിന് ശാന്തിയും സമാധാനവും ഇല്ലായിരുന്നു. അള്ളാഹു പ്രാർത്ഥിക്കുന്നു, മലായിക്കത്തീങ്ങൾ പ്രാർത്ഥിക്കുന്നു, കോടാനുകോടി മുസ്ലിങ്ങൾ മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ മുഹമ്മദിന് സമാധാനം കിട്ടി. ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം മുഹമ്മദിന് സമാധാനം കിട്ടാനായിട്ട്. ഓരോ മുസ്ലിം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അള്ളാഹു ആരോടാ പ്രാർത്ഥിച്ചത്? ഇന്നല്ലാഹ വമലായികത്തുഹു. അള്ളാഹുവും മലായിക്കത്തീങ്ങളും മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ നിങ്ങൾ മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ ഇത്രയും ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടും ഇത്രയും കൊല്ലമായിട്ട് മുഹമ്മദിന് എന്നു വേണ്ടി പ്രാർത്ഥിച്ച് സമാധാനം കിട്ടിയില്ല. യേശു കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. എൻ്റെ അടുക്കൽ വരുമെങ്കിൽ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. അതാ കർത്താവ് പറഞ്ഞത്. അങ്ങനെ ഒരു അനുഭവം ഖുർആനിൽ എവിടെയും കാണാനൊക്കെ ആയിട്ട് സാധിക്കില്ല. അങ്ങനെ ഒട്ടുകയില്ല. 12 വർഷക്കാല രക്തസ്രാവമുള്ള ഒരു സ്ത്രീ യേശുവിനെ കുറിച്ച് കേട്ടു എന്നാ. അവളൊരു തീരുമാനം എടുത്തു, അവൻ്റെ വസ്ത്രമെങ്കിലും ഒന്ന് തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടും.
അന്നത്തെ കാലത്ത് അങ്ങനെ സ്ത്രീകൾക്ക് അങ്ങനെ വരാനായിട്ട് പറ്റുന്ന ഒരവസ്ഥയിൽ എങ്കിലും ഈ സ്ത്രീ എന്ത് ചെയ്തു എന്നറിയാമോ? പിന്നിൽ വന്നിട്ട് യേശുവിൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവൾക്ക് രക്തസ്രാവം നിന്നു, സുഖമായി. അവ ശരീരത്തിൽ അറിഞ്ഞു എന്നാണ് വായിക്കുന്നത്. അവിടെ അറിഞ്ഞു. എന്നെ കാണാനായിട്ട് ആരാ തൊട്ടത്? കാണാനായിട്ട് കർത്താവ് അവിടെ ഇവിടെയൊക്കെ എന്ത് ചെയ്തു? തിരഞ്ഞു നോക്കി. പേടിച്ച് വന്നിട്ട് കാര്യം പറഞ്ഞിട്ട് അപ്പൊ കർത്താവ് എന്താ പറഞ്ഞല്ലേ? നിന്റെ വിശ്വാസത്തിനെ രക്ഷിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ കർത്താവിനെ തൊട്ടവനും കർത്താവ് തൊട്ടവനും സൗഖ്യമായി എന്നാണ് ബൈബിള് വായിക്കുന്നത്. ഇന്നും അത് തന്നെയാണ്. ഇന്നും കർത്താവിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് അറിയുമോ? സൗഖ്യം കിട്ടുന്നുണ്ട്. ഈ കർത്താവിൻ്റെ ഈ രക്ഷകനായ ക്രിസ്തുവിനെ കുറിച്ച് ബ്രദറിൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇങ്ങനെ എന്നോട് പല വ്യക്തികളും, മുസ്ലിം സഹോദരങ്ങളൊക്കെ ഇങ്ങനെ, ആദ്യം ഞാനിങ്ങനെ ഒരു റേഡിയോയിൽ പ്രസംഗിക്കാനായിട്ട് ഒരു അവസരം എനിക്ക് കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനത് റേഡിയോയിലൂടെ ഇങ്ങനെ പ്രസംഗം തുടങ്ങി. പല ആൾക്കാരും പല സംശയങ്ങൾ അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്നോട്. അപ്പോൾ എഴുതി അറിയിക്കുക എന്നുള്ളത് വളരെ പ്രയാസമായിട്ട് തോന്നി. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്തു അറിയുമോ? ഒരു മാസിക 3 മാസത്തിലൊരിക്കൽ ഒരു മാസിക പ്രസിദ്ധീകരിക്കാനായിട്ട് തുടങ്ങി. 3 മാസത്തിലൊരിക്കൽ. അതാണ് അതിൻ്റെ പേര്. നൂറുൽ ഹയാത്ത് എന്നാണ് ഇതിൻ്റെ പേര്. 3 മാസം കൂടുമ്പോൾ ഇങ്ങനെ പ്രസിദ്ധീകരിക്കുക ഓരോ മാസികകൾ. മുസ്ലിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള സംശയങ്ങൾ അവർ ദൂരീകരിക്കുക എന്ന് കുറിച്ച്. അങ്ങനെ ഈ കൊറോണ കാലം വരെയും ബൈബിളും ഖുർആനും താരതമ്യപ്പെടുത്തി സംശയങ്ങൾ ദൂരീകരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. കൊറോണ കാലം വന്നു കഴിഞ്ഞപ്പോൾ കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങനെ കടന്നു വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദ ഡിസെപ്ഷൻ ഓഫ് അള്ളാഹ് എന്ന് പറഞ്ഞൊരു പുസ്തകം, ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു അറബി ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യൻ പ്രിൻസ് എന്ന് പറയും. കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, നിങ്ങൾ എത്ര പേര് ഇത് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. പ്രഗത്ഭനായൊരു വ്യക്തിയാണ്, അറബി ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം വായിച്ചു. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് ഞങ്ങളെ മുസ്ലിം സഹോദരങ്ങളിലേക്കും അതുപോലെ ക്രൈസ്തവ സഹോദരങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു താല്പര്യം തോന്നി. അങ്ങനെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ എനിക്ക് സഹായിച്ചു. അള്ളാഹുവിൻ്റെ വഞ്ചന, ഡിസെപ്ഷൻ ഓഫ് അള്ളാഹ് എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ്. നല്ലൊരു പുസ്തകമാണ്. അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ ആണ് ആ ഒരു പുസ്തകം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പല പുസ്തകങ്ങളും, രണ്ടും ഒന്നല്ല, യേശു ക്രിസ്തുവും ഈസാ നബിയും രണ്ട് കഥാപാത്രങ്ങളാണ് എന്നതിനെക്കുറിച്ച് പല വ്യക്തികളും പല ചോദ്യങ്ങളും ചോദിക്കാനായിട്ടിടയായി. അങ്ങനെ ആ ദൂരീകരിക്കാനായിട്ട് പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ്. രണ്ടും ഒന്നല്ല. അതിനകത്ത് 2 വിഷയങ്ങളാണ്. ഒന്ന്, യേശുവും ഈശയും തൃത്വം അറിയാത്ത അള്ളാഹു. ക്രൈസ്തവ തൃത്വത്തെ അള്ളാഹു വിമർശിക്കുന്നുണ്ട്. പക്ഷേ ക്രൈസ്തവ തൃത്വം എന്താണ് എന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ലായിരുന്നു. വാസ്തവത്തിൽ അള്ളാഹു മനസ്സിലാക്കിയ തൃത്വം എന്ന് പറയുന്നത്, ഖുർആനിൽ രേഖപ്പെടുത്തിയ തൃത്വം എന്ന് പറയുന്നത് മറിയം, ഈസ, അള്ളാഹു എന്ന് തന്നെയായിരുന്നു. അപ്പൊ ആ തൃത്വത്തെയാണ് അള്ളാഹു എന്ത് ചെയ്യുന്നു വിമർശിക്കുന്നത്. ഇത് ഞാൻ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു തൃത്വത്തെക്കുറിച്ച് ഖുർആനിലല്ലാതെ ബൈബിളിലെവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനൊരു മറുപടി എന്നുള്ള നിലയിൽ എഴുതി. പിന്നെ ഇസ്ലാമിലെ സ്ത്രീകൾക്കുള്ള സ്ഥാനമാനങ്ങളെക്കുറിച്ച് ഖുർആനിൽ എന്ത് പറഞ്ഞു, ഹദീസിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, ഇസ്ലാമിക മറ്റ് ചരിത്രങ്ങളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതിനെക്കുറിച്ച് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാനായിട്ട് പിന്നെ എനിക്കിടയായി. അതിനുശേഷമായിട്ടാണ് പിന്നെ യേശുവിനെ കുറിച്ച് ഖുർആനിൽ, ഈസാ നബിയെ കുറിച്ച് ഖുർആനിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ ഈസാ നബി തന്നെ ഒരു ദൈവം, അള്ളാഹുവിനേക്കാൾ സ്ഥാനമാനങ്ങളുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഖുർആനിൽ തന്നെ ഈസാ നബിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെ കുറിച്ചുള്ള ഒരു പുസ്തകം പിന്നീട് അടിച്ചു. പിന്നീട് മുസ്ലിങ്ങൾക്ക് വേണ്ടി അവർക്ക് പഠിക്കാനായിട്ട് ഒരു സെറ്റ് പുസ്തകം. ഒന്നാമത്തത് പ്രവാചകന്മാരെക്കാൾ ഉന്നതൻ എന്ന് പറയും. മറ്റു പ്രവാചകന്മാർ ചെയ്യാത്ത അനേക കാര്യങ്ങൾ യേശു കർത്താവ് ചെയ്തു എന്നതിനെക്കുറിച്ചൊരു കാര്യം. 2, യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങൾ 2 ഭാഗമായിട്ട്, 2 ഭാഗമായിട്ട്, ഒന്നാമത്തെ ഭാഗം, പിന്നെ 2ാമത്തെ ഭാഗമായിട്ട് യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും.
പിന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു അറബിക് കോളേജ് ഉണ്ട്. അത് ഈജിപ്റ്റ്, ലോകത്തിൽ ഇസ്ലാമിലെ ഏറ്റവും വലിയ അറബിക് കോളേജാണ്. അറബിക് കോളേജിൽ ഒരു ചരിത്ര അധ്യാപകനാണ് ഡോക്ടർ മുസ്തഫ എന്ന് പറഞ്ഞത്. അദ്ദേഹം യേശുക്രിസ്തുവിനെ കാണാനായിട്ട് ഇടയായി തീർന്നു. അതിൻ്റെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ചരിത്രം, അദ്ദേഹം എങ്ങനെയാണ് യേശുവിനെ അറിയാനായിട്ട് ഇടയായി തീർന്നുള്ളത്. പിന്നെ ക്രിസ്തീയ വിവാഹം, ഇസ്ലാമിക നിക്കാഹും. ഇസ്ലാമിൽ വിവാഹമില്ല, ഇസ്ലാമിലുള്ള നിക്കാഹാണ്. നിക്കാഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അനുവാദം എന്നാണ് ഇസ്ലാമിക ചരിത്രത്തിലുള്ള islam.com എന്ന് പറയുന്നത്. അല്ലാതെ ഹൈന്ദവലും ക്രൈസ്തവരുള്ളതുപോലെ വിവാഹം വാസ്തവത്തിൽ അത് എവിടെ ഇല്ല, ഇസ്ലാമിലില്ല. എന്തിനെ കുറിച്ചുള്ള ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നീട് അബ്രഹാം യാഗം കഴിക്കാൻ കണ്ടുപോയത് ഇസ്ഹാക്കിനെയാണോ ഇസ്മായിലിനെയാണോ എന്നതിനെ കുറിച്ചുള്ള പുസ്തകം. പിന്നെ കുരിശില് യേശുവിൻ്റെ കുരിശ് മരണം, അവർക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ചരിത്രത്തില് ബൈബിളിലെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ശ്രദ്ധീകരിക്കണം. ക്രൈസ്തവർ എന്തുകൊണ്ട് പരിശുദ്ധ തൃത്വത്തിൽ വിശ്വസിക്കുന്നു, എന്താണ് തൃത്വം എന്നതിനെ കുറിച്ചുള്ള ചരിത്രപരമായ ബൈബിൾപരമായ തെളിവുകൾ. പിന്നെ ഇസ്ലാമിക ദർശനം ക്രൈസ്തവ വീക്ഷണത്തിൽ ബൈബിൾ പ്രവചനങ്ങളിൽ അബദ്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ ഉള്ളതായ ഒരു പുസ്തകമാണ്. പിന്നെ ക്രൈസ്തവ വിശ്വാസം പരമോന്നതം. ഇത് രണ്ടും കൂടെ വായിച്ചപ്പോഴേ ക്രൈസ്തവ വിശ്വാസത്തിന്റെ മഹത്വം എന്താണ്, എന്താണ് ഖുർആനിലെ അള്ളാഹു ആരാണ്, യഹോവയായ ദൈവം ആരാണ്, യേശുക്രിസ്തുവിന്റെ പ്രത്യേകത എന്നീ വിഷയങ്ങളെക്കുറിച്ച് നമ്മളെ മുസ്ലിം സഹോദരങ്ങൾക്ക് അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകുന്നതിന് വേണ്ടി അങ്ങനെ ഏകദേശം 10-15 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് അവരുടെ ഇടയിൽ തന്നെ വിതരണം ചെയ്യുന്നതിനും സുവിശേഷം പ്രസംഗിക്കുന്നതിനും ഒക്കെയുള്ളതായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും. ഏതൊക്കെ രീതിയിലാണ് ഈ ഇസ്ലാം മത സഹോദരങ്ങളുടെ ഇടയിൽ അലി ബ്രദർ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? പല രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പരസ്യമായിട്ട് പ്രസംഗിക്കുന്നുണ്ട് പോയിട്ട്, അതുപോലെ തന്നെ പുസ്തകങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഭവനം വീടാന്തരം കയറി ബുക്കുകൾ കൊടുക്കുന്നു, ട്രാക്സ് കൊടുക്കുന്നു, ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നുണ്ട്. പത്രത്തിൽ പരസ്യം കൊടുക്കുന്നുണ്ട്. പരസ്യങ്ങളുടെ അനേകരെ മുസ്ലിം സഹോദരങ്ങൾ ഇത് കേൾക്കുകയും അറിയുകയും ചെയ്ത് എന്നെ വിളിക്കുന്നു. അതിലൂടെ സുവിശേഷങ്ങൾ അറിയിക്കുന്നുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും നമുക്ക് ഇങ്ങനെ പ്രവർത്തനമുണ്ട്. കർത്താവിലേക്ക് ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ആയിട്ട് കൂടുതൽ ആൾക്കാർ ഇത് ഖുർആൻ പഠിച്ചതിൻ്റെ പേരിൽ വിദ്യാഭ്യാസം, ഇപ്പോൾ നല്ല ഒരു വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് മുസ്ലിം സഹോദരങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് അതിലൂടെ അവരിത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് കൊണ്ടും സോഷ്യൽ മീഡിയയിൽ വളരെ വ്യക്തമായി ശക്തമായ രീതിയിൽ ക്ലാസ്സുകൾ ഉള്ളത് കൊണ്ടും ചെറുപ്പക്കാരായ വ്യക്തികളെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും തുടങ്ങിയപ്പോൾ ഇസ്ലാം മതം വിട്ട് ഇങ്ങനെ കടന്നു വരുന്ന വലിയൊരു സമൂഹം ഇപ്പോൾ തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിൽ അല്പകാലം മാത്രമേ ജീവിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്കൊരു മരണമുണ്ട്, മരണാനന്തര ഒരു ജീവിതമുണ്ട്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ മരണാനന്തര ജീവിതം ഒരു ഉറപ്പില്ല. പക്ഷേ കർത്താവ് അത് വളരെ വ്യക്തമായിട്ട് ആ ഉറപ്പിനെ കുറിച്ച് പഠിപ്പിച്ചു, നിത്യതയെക്കുറിച്ച് പഠിപ്പിച്ചു, നരകത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അത് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരേ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് ബൈബിളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞ ഒരു സത്യം തന്നെയാണ്. അപ്പോൾ ഈ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ച് വലിയ വിവാദപരമായ ചോദ്യങ്ങളാണ് ഈ ഇസ്ലാം മത സഹോദരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം എങ്ങനെ ത്രിയേകൻ, മൂന്ന് ദൈവം എങ്ങനെ ഒന്നാവും, യേശു ക്രിസ്തു ദൈവമാണോ, യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ കാൽവറി ക്രൂശിൽ കിടന്ന് കരഞ്ഞത് എന്തിന്, ക്രൂശിക്കപ്പെട്ടത് എന്തിന്, ഇങ്ങനെയൊക്കെയുള്ളൊരു വലിയ വിവാദം ഇവിടെ കൊഴുക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് അലി ബ്രദറിന് പറയാനുള്ളത്? വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യം തന്നെ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 14-ാമത്തെ വചനം ജഡമായി തീർന്നു. അപ്പോൾ യേശു കർത്താവ് മനുഷ്യനായിട്ട് അവതരിക്കുക, ദൈവമായിരുന്ന യേശു കർത്താവ് മനുഷ്യനായിട്ട് ഭൂമിയിൽ
അവതരിക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. അയ്യോ, മനുഷ്യൻ പാപിയായതുകൊണ്ട് പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുന്നു എന്നുള്ള കാര്യമാണ് വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നത് നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ് ഇരിക്കാനല്ല യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യേശു എവിടെ ജനിക്കും, എപ്പോൾ ജനിക്കും, എങ്ങനെ ജനിക്കും, ഏത് പട്ടണത്തിൽ ജനിക്കും, ഏത് വില്ലേജിൽ ജനിക്കും എന്ന് ഏകദേശം 90% ജീവചരിത്രങ്ങളെ മുൻ പ്രവാചകന്മാർ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യേശു കർത്താവ് ഏത് മണിക്കൂറിലാണ് മരിക്കുക എന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യേശുവിന്റെ മരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി എന്തിനു വേണ്ടിയാണ് യേശു മരിക്കുന്നത് എന്നവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സങ്കീർത്തനം 22-ൽ അവന്റെ വസ്ത്രം ചീട്ടിട്ടെടുക്കുന്നതിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ എത്ര 100 വർഷം 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ യേശു ദൈവമാണെന്നും യേശു രക്ഷകനാണെന്നും യേശുവിന് മാത്രമേ മനുഷ്യനെ രക്ഷിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് യേശു കർത്താവിന്റെ പ്രവർത്തനം കണ്ടാൽ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ തൃത്വം 3 ദൈവങ്ങളില്ലേ എന്ന് ചോദിക്കും. 3 ദൈവങ്ങളില്ല, ഒരു ദൈവമേ ഉള്ളൂ. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്നെ മനുഷ്യൻ എന്തുണ്ട്? ശരീരമുണ്ട്, ജീവനുണ്ട്, അവൻ ആത്മാവുണ്ട്. അവൻ 3ആയിട്ട് നടക്കുക. നമ്മളിപ്പോ 3ആയിട്ടാണ് നടക്കുന്നത്. നമുക്ക് ശരീരമില്ലേ? ഉണ്ട്. ആത്മാവുണ്ടോ? ആത്മാവുണ്ട്. ജീവനുണ്ടോ? ഉണ്ട്. അപ്പൊ ഈ ശരീരത്തിലാണ് ഈ 3 കാര്യങ്ങളുള്ളത്. അതുപോലെ തന്നെ ആണ് നമ്മൾ കാണുന്നത് ദൈവം, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ജീവൻ. അത് 3അല്ല. ദൈവം ആയതുകൊണ്ട് 3ആയിട്ട് പ്രവർത്തിക്കാൻ ദൈവത്തിന് സാധിക്കും. എന്നാൽ മനുഷ്യന് 3 ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയില്ല. കാരണം മനുഷ്യൻ പരിമിതിയുള്ളവനാണ്. എന്നാൽ ദൈവം സർവശക്തനും സർവജ്ഞാനിയും ആയതുകൊണ്ട് ഈ ദൈവത്തിന് 3ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയും. അതാണ് പുത്രൻ വചനമായിട്ട് പ്രവർത്തിക്കുന്നു, ആത്മാവ് മനുഷ്യനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് 3 ദൈവങ്ങളല്ല, ഏക ദൈവമാണെന്ന് വിശുദ്ധ ബൈബിളില് വളരെ വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒന്നും തന്നെ എന്തില്ല, തെറ്റായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു, ഓരോന്നിങ്ങനെ ചോദിക്കും, ഉത്തരം കിട്ടിയാലും വീണ്ടും അത് തന്നെ ചോദിച്ചിട്ടേയിരിക്കും. കാരണം പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും പുത്രന്റെ അടുക്കലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ള കാര്യം വിശുദ്ധ ബൈബിള് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഈ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്വർഗത്തെക്കുറിച്ചും കൂടി ഒന്ന് പറയാമോ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഓരോ വ്യക്തിക്കും കിട്ടുന്നത് ക്രൈസ്തവ സ്വർഗത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അവിടെ ചെന്നാൽ കിട്ടുന്നത് 72 ഹൂറികൾ. അല്ല, 72 ഹൂറിമാരെന്നുള്ളതാണോ ശരി, അതോ ആ വാക്യം 72 എന്നുള്ളതായിരുന്നു ശരി? അല്ല, ഹൂറികൾ എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, 72 ഹൂറികൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഹൂറികൾ എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഈ 72 ഹൂറികളെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൂറികളെ കിട്ടണമെങ്കിൽ നമ്മൾ ജിഹാദ് ചെയ്യണം ഒന്നാമത്. അപ്പൊ എന്താണ് ഈ ജിഹാദ്? ജിഹാദ് എന്ന് പറഞ്ഞത് യുദ്ധം ചെയ്യുക, മറ്റുള്ളവരെ മതങ്ങളെ യുദ്ധം ചെയ്ത മതത്തിലേക്ക് ചേർക്കുക. അപ്പൊ അത് ഏതൊക്കെ രീതിയിലാണ് ഈ ജിഹാദ് അവർ നടപ്പാക്കുന്നത്? പല രീതിയിൽ. ഇപ്പോൾ ലവ് ജിഹാദ് ഉണ്ട്, പ്രേമിച്ച് മതം മാറ്റുന്ന ഒരു അനുഭവമുണ്ട്. ഹലാൽ ജിഹാദ് ഉണ്ട്. പല ജിഹാദ്, ഏകദേശം 30ഓളം ജിഹാദുകളെ കുറിച്ച് പല വ്യക്തികളും പുസ്തകങ്ങളൊക്കെ എഴുതിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ജിഹാദാണ് ഒന്നാമത്തെ കാര്യം. ജിഹാദ് ഒരു മരമായിട്ട് സാധാരണ ഞാൻ ചിത്രീകരിക്കുന്നത്. മെയിനായിട്ട് ജിഹാദ്, ജഹദ എന്ന അറബി വാക്കിൽ നിന്നാണ് ജിഹാദ് എന്നുള്ള വാക്കുണ്ടായത്. യുദ്ധം ചെയ്യുക, മതം വളർത്താൻ യുദ്ധം ചെയ്യുക,
മതത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്നൊക്കെയാണ് ജിഹാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം വാസ്തവത്തിൽ. അപ്പൊ ഈ ജിഹാദിലൂടെയാണ് ഇസ്ലാം. ഇപ്പോ ക്രൈസ്തവ വിശ്വാസ പ്രകാരം സുവിശേഷം കർത്താവ് പറഞ്ഞ് നിങ്ങൾ ലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പൊ അതിനകത്ത് രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്, മരിച്ചവരെ ഉയർത്തുന്നുണ്ട്, സമാധാനം കൊടുക്കുന്നുണ്ട്, പൈശാചിക ശക്തിയിൽ നിന്നുള്ള വിടുതൽ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ കൊടുത്താണ്, സുവിശേഷത്തിലൂടെയാണ് ക്രൈസ്തവ വിശ്വാസം വളരുന്നത്. എന്നാൽ ഇസ്ലാമിൽ ഈ കാര്യങ്ങളൊന്നുമില്ല. പൈശാചിക ശക്തിയിൽ നിന്നൊരു വിടുതൽ മുഹമ്മദ് തന്നെ പിശാച് ബാധിച്ചതായിട്ട് ഹദീസിൽ പറയുന്നുണ്ട്. പിശാച് ബാധിച്ച് സുബോധമില്ലായിരുന്നു മുഹമ്മദിന്. കാണുന്ന പനകളൊക്കെ സാത്താന്റെ തല പോലെ തോന്നി എന്നൊക്കെ തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദൈവത്തിന്റെ പ്രവാചകനെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇസ്രായേലിന് ആഭിചാരം ഫലിക്കുകയില്ല എന്ന് പറയുന്നത്. സങ്കീർത്തനം 91 സങ്കീർത്തനത്തിൽ പറയുന്നത് അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. സർവശക്തനായ ദൈവത്തിന്റെ ഒരു പ്രവാചകനാണ് മുഹമ്മദ് എങ്കിൽ മുഹമ്മദിനെ ഒരിക്കലും പിശാച് ബാധിക്കത്തില്ലായിരുന്നു. പക്ഷെ മുഹമ്മദിന് പിശാച് ബാധിച്ചത് എന്തുകൊണ്ട്? അത്യുന്നതനായ ദൈവത്തിന്റെ ഒരു പ്രവാചകനല്ല മുഹമ്മദ്. പിശാചിന്റെ ആലോചന പ്രകാരം ആണ് മുഹമ്മദ് പ്രവാചകനായത് എന്നാണ് കാണുന്നത്. ആരാണ് മുഹമ്മദിനെ പ്രവാചകനാക്കിയത്? പല മുസ്ലിം സഹോദരങ്ങളോട് ഞാൻ ചോദിക്കാറുണ്ട്. അള്ളാഹു ആണോ? എങ്ങനെ അള്ളാഹു നേരിട്ട് മുഹമ്മദിനോട് സംസാരിച്ചു? നേരിട്ട് സംസാരിച്ചില്ല. മലക്ക് വന്നു എന്നുള്ളതിന്റെ തെളിവെന്താ? ജിബ്രീൽ എന്ന മലക്കാണ് മുഹമ്മദിനോട് സംസാരിച്ചു എന്നുള്ള തെളിവെന്താ? ജിബ്രീൽ പറഞ്ഞോ ഞാൻ ജിബ്രീലാണ് മുഹമ്മദെ, അള്ളാഹു എന്നെ പറഞ്ഞയച്ചതാണ്, അങ്ങേ ഒരു പ്രവാചകനാക്കാനായിട്ട് എന്നെ അയച്ചതാണെന്ന് പറഞ്ഞോ? ഇല്ല. ഇതെല്ലാം കേട്ട് ഒരു ക്രൈസ്തവ പുരോഹിതനും ഭാര്യ ഖദീജയുടെ ഒരു മച്ചുടിയൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹം പറഞ്ഞു മോശയെ പോലുള്ള ഒരു പ്രവാചകനാണ്. പക്ഷേ ഇവിടെ പറഞ്ഞ കാര്യം യോജിക്കുന്നുമില്ല. അതിന് ഖദീജ എന്ത് ചെയ്തു? ഖദീജയ്ക്ക് ഈ 3 പറഞ്ഞ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. ഖദീജ ഒരു ടെസ്റ്റ് നടത്താനായിട്ട് തീരുമാനിച്ചു. എന്താ ടെസ്റ്റ് നടത്തി? മുഹമ്മദിനോട് ചോദിച്ചു, ഇനി അങ്ങയുടെ ഈ ദൂതൻ വരുമ്പോ ഇവിടെ ഒന്ന് പറയണം കേട്ടോ. അങ്ങനെ ഒരിക്കല് മുഹമ്മദ് പറഞ്ഞു അതാ അങ്ങ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഖദീജ പറഞ്ഞു നീ എൻ്റെ വലത്തെ തൊടയിലിരിക്കാൻ പറഞ്ഞു. മുഹമ്മദിനെ പിടിച്ച് ഖദീജ തൻ്റെ വലത്തെ തൊടയിലിരുത്തി. ഇപ്പൊ നിങ്ങളെ ദൂതനെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. മുഹമ്മദ് പറഞ്ഞു ഇപ്പോൾ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യ്, എൻ്റെ വലത്തെ തൊടയിലേക്ക് ഇരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലത്തെ ഇടത്തെ തൊടയിലേക്ക് ഇരുത്തി. വീണ് ചോദിച്ചു നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടോ? മുഹമ്മദ് കാണുന്നുണ്ട്. അങ്ങനെ ഖദീജ വസ്ത്രമെല്ലാം അയച്ചു മാറ്റി നഗ്ന ശരീരത്തിൽ മുഹമ്മദിനെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് ചോദിച്ചു ഇപ്പോൾ നിങ്ങൾ ഈ ദൂതനെ കാണുന്നുണ്ടോ? ഖദീജ പറഞ്ഞു മുഹമ്മദ് പറഞ്ഞു ഇപ്പൊ ഞാൻ കാണുന്നില്ല. ഖദീജ ഒരു മൂളല്, നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടത് ജിബ്രീൽ എന്ന മലക്ക് തന്നെയാണ്. കാരണം ഞാൻ നഗ്ന ശരീരത്തിൽ അങ്ങയെ പിടിച്ച് മടിയിലിരുത്തിയപ്പോൾ ഒറിജിനൽ മലക്കായിരുന്നത് കൊണ്ടാണ് അവിടുന്ന് ഇരുന്ന് സ്ഥലം വിട്ടത്. പിശാചിനെ മലക്കായിരുന്നെങ്കിൽ സ്ത്രീകളുടെ നഗ്നത കണ്ടാൽ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഇത് കേട്ടിട്ട് മുഹമ്മദ് പറഞ്ഞു അള്ളാഹു എന്നെ പ്രവാചകനാക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ ആരാ പ്രവാചകനാക്കിയത്? തൻ്റെ ഭാര്യ ഖദീജ നഗ്ന ശരീരത്തിൽ മുഹമ്മദിനെ പിടിച്ചിരുത്തി ദൂതപരിശോധന നടത്തിയിട്ട് ഖദീജ പറഞ്ഞു നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടത് ജിബ്രീൽ എന്ന മലക്കാണ്. ഇത് കേട്ടിട്ട് മുഹമ്മദ് പറഞ്ഞു ഞാൻ അള്ളാഹിന്റെ പ്രവാചകനാണ്, അതുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അള്ളാഹു ദൈവമാണ്, എന്നെ പ്രവാചകനാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് വാസ്തവത്തില് മുഹമ്മദ് പ്രവാചകനാകുന്നത്. മുഹമ്മദ് ആത്മഹത്യ ഈറാ ഗുഹയിൽ നിന്ന് വന്ന ശേഷം മുഹമ്മദ് എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്യാനായിട്ടിരുന്നു. ഒരു ദൈവത്തിന്റെ പ്രവാചകൻ എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ കഴിയുന്നത്? സാധാരണ ഒരു ദൈവവിശ്വാസികൾക്ക് പോലും ആത്മഹത്യ ചെയ്യാനായിട്ട് കഴിയില്ല. മുഹമ്മദ് പല പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ മലയിൽ കയറിയുന്ന ഹദീസുകളിൽ പറയുന്നത്. ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങി മുഹമ്മദിന് മാനസിക രോഗമുണ്ടായിരുന്ന
മുഹമ്മദ് ഇങ്ങനെ ഹീറാ ഗുഹയിൽ നിന്ന് പേടിച്ചോടി പനി പിടിച്ച് ഇങ്ങനെ കിടക്കുക. പനി പിടിച്ച് കിടന്നതിന് ശേഷം അല്പം ആശ്വാസമൊക്കെ കിട്ടി മുഹമ്മദ് പുറത്തിറങ്ങി ജാബിർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയാം, ഒരു ശബ്ദം കേട്ട് പിന്നിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഹീറാ ഗുഹയിൽ വന്നതായ മലക്കിത ആകാശത്തുമല്ല ഭൂമിയിലുമല്ല ഒരു കസേരയിൽ ഇങ്ങനെ നടക്കുന്നു. വീണ്ടും പേടിച്ചു ഞാൻ ഓടി ഖദീജയോട് ചെന്നിട്ട് പറഞ്ഞു, പുതച്ചു തരിക, പുതച്ചു തരിക, പുതച്ചു തരിക. അങ്ങനെ മുഹമ്മദ് ഒരു മാനസിക രോഗിയായി മാറി. കുട്ടിയെടുത്ത് നിസ്കരിക്കുക, ഒതുടുക്കാതെ നിസ്കരിക്കുക, പിശാച് മൂക്കിലാണ് രാത്രി കഴിച്ചു കൂട്ടുന്നതെന്ന് പറയുക. അങ്ങനെ തിരിച്ചറിയാനായിട്ട് കഴിയാതെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്തത് എന്ന് പറയാൻ പോലും കഴിയാത്ത രീതിയിൽ മാനസികമായ ഒരു വിഭ്രാന്തിയില് മുഹമ്മദ് ആയി തീർന്നു എന്നുള്ളത് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായിട്ടത് രേഖപ്പെടുത്തിയിരിക്കുക. ഇങ്ങനെയുള്ളതായ ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഒരു പ്രവാചകനായിട്ട് സുബോധമുള്ള അരിയാഹാരം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് അംഗീകരിക്കാനായിട്ട് കഴിയുക? ഇതെല്ലാം പഠിച്ചപ്പോ എനിക്ക് തോന്നി ഇതെല്ലാം തന്നെ എന്താണ്, ദൈവീകമല്ല, ഒരു പൈശാചികമാണ് എന്ന് പൂർണ്ണമായി മനസ്സിലായപ്പോൾ ഞാൻ ഇസ്ലാം വിട്ടു. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് രക്ഷ. മറ്റൊരു കർത്താവ് പറഞ്ഞു മറ്റൊരുവനിലും രക്ഷ. പത്രോസ് അതിനോട് ചേർത്ത് പത്രോസിലിയ പറയാണ് വിശുദ്ധ ബൈബിളിലെ, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട മറ്റൊരു നാമില്ല. കർത്താവ് പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്താനായിട്ട്. അപ്പൊ ഈ ഇസ്ലാം മതം സ്വീകരിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചപ്പോൾ ഉണ്ടായ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? പല വെല്ലുവിളികൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും വെല്ലുവിളിക്കുന്നുണ്ട് ആൾക്കാരെ. അല്ല, വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ തന്നെ എനിക്ക് വളരെ ദിവസം പീഡനങ്ങളൊക്കെ അനുഭവമായി. അടിയേറ്റ് ബ്ലഡൊക്കെ മൂത്രമൊഴിച്ച് പോവുകയായിരുന്നു. അങ്ങനെ മൂത്രമൊഴിച്ച് പോയി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചില ദിവസങ്ങളോളം കിടന്നു. മെഡിക്കൽ കോളേജിൽ നിന്നാണ് അവിടുന്ന് ഡോക്ടർമാർ പറഞ്ഞു ഇനി കൂടുതൽ കാലമൊന്നും ജീവിക്കുകയില്ല. ഒരു രാത്രിയിൽ ഞാൻ ബെഡിൽ നിന്ന് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് താഴെയിട്ട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. കർത്താവെ, അങ്ങ് മരിച്ചവരെ ഉയർത്തിയിട്ടുണ്ട്, രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, പല അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. നാളെ എന്നെ ഡിസ്ചാർജ് ചെയ്യാണ്. എവിടെ പോയി കിടക്കേണ്ടെന്ന് എനിക്കറിയില്ല. വീട്ടിൽ ചെന്നവരെന്നെ കൊല്ലും. കാരണം ഇസ്ലാം സമൂഹത്തെയും ഇസ്ലാം മതത്തെയും വിട്ടുപോകുന്നവനെ കൊല്ലണം, കൊല്ലുന്നവർക്ക് സ്വർഗം കിട്ടുന്നു ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ കൊല്ലുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അവിടുന്ന് ഒരു അത്ഭുതങ്ങളെ എനിക്ക് വേണ്ടി ചെയ്യണം, എനിക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യണം, എന്നെ സൗഖ്യമാക്കണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ അടുത്ത് ഒരു നേളിങ്ങനെ വരുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ്. ഒരു നേളിം വന്നിട്ട് ചോദിച്ചു, മോനെ നീ എന്തിനാണ് കരയുന്നത്, എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ ഇങ്ങനെയൊക്കെയാണ്, നാളെ എന്നെ ഡിസ്ചാർജ് ചെയ്യാണ്, പോയി കിടക്കാനൊന്നും ഇടമില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഞാൻ അറിയില്ല. എന്നോട് കർത്താവ് പറഞ്ഞാൽ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാണ്, എഴുന്നേൽക്കാൻ പറഞ്ഞു. എൻ്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. 2 പേര് കൈ പിടിച്ചല്ലാതെ എനിക്ക് എഴുന്നേൽക്കാനായിട്ട് പറ്റുകയായിരുന്നു. ആ രാത്രിയിൽ എൻ്റെ കിടക്കയിൽ എന്നെ സൗഖ്യമാക്കി കർത്താവ്. എൻ്റെ അനുഭവം അതായിരുന്നു. ഇന്നും കർത്താവ് വിടിവിക്കുന്നവനാണ്, പ്രാർത്ഥന കേൾക്കുന്നവനാണ്, സഹായിക്കുന്ന 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല ഈ നൂറ്റാണ്ടിലും എൻ്റെ അനുഭവത്തിൽ ദൈവം നല്ലവനെന്ന് രുചിച്ചറിവീനെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ദൈവത്തെ അനുഭവിക്കുമ്പോൾ ആ ദൈവസ്നേഹം മനസ്സിലാക്കാനായിട്ട് ബൈബിളിൽ നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നും അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. ഓക്കെ ബ്രദറെ, അപ്പോൾ ഇത്രയും സമയം ബ്രദറിനോട് സംസാരിക്കാൻ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ധാരാളമായി.